ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് ദുബായിൽ നിന്നുള്ള ഒരു പവർഫുൾ ലേഡി ലീഡറിനെയാണ്. മേഡം ദുബായിലാണ്, അവിടെ ഒരു ഹൗസ് വൈഫ് ആണ്. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞ് കുഞ്ഞിനെയൊക്കെ നോക്കി ബാക്കി വരുന്ന കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് ലൈഫിൽ വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പവർഫുൾ ലേഡിയാണ്. അപ്പൊ മേഡത്തിന് ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ശ്രീജ മേഡം ഓൺ ദ പ്ലാറ്റ്ഫോം. തന്നെ മാഡം എന്നെ ഇൻവൈറ്റ് ചെയ്തു. താങ്ക് യു മാഡം. വളരെ നല്ല രീതിയിൽ തന്നെ മാഡം എന്നെ ഇൻവൈറ്റ് ചെയ്തു. എല്ലാവരും കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുതിയ ആൾക്കാരെ ഞാൻ സ്പെഷ്യൽ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഹീറോ ആകാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാ. ഓക്കെ, സോ ഞാൻ എല്ലാവർക്കും ഞാൻ ഈ ഒരു പ്രസന്റേഷൻ ഒരു സ്ലൈഡിന്റെ ത്രൂ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. Okay, so just a minute. Screen കാണാമോ മാഡം? കാണാമോ സാറേ? ഓക്കെ, സോ ഇവിടെ സ്ക്രീനിൽ കാണാം വിന്നിംഗ് ടീം ദ ടീം ഓഫ് ചാമ്പ്യൻസ്. നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് അവിടെ കാണും നമ്മളെ വിജയിക്കാൻ. അതുപോലെ നമ്മുടെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയില് വിന്നിംഗ് ടീം ദ ടീം ഓഫ് ചാമ്പ്യൻ, ഈ ഒരു ടീമാ നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് വിജയിച്ച് ഒരു കൂട്ടായ്മ അവരുടെ ഒരു സഹായത്തോടെയാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. അവരുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഈ ഒരു ബിസിനസ്സില് നമ്മൾ എങ്ങനെയാ നമ്മളെ സ്മാർട്ട് കൺസ്യൂമർ ആക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പിക്ചറിൽ കാണാം ഒരാളുടെ ഡ്രീംസ്. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ട് അല്ലെ, ശരിയല്ലേ പറഞ്ഞ? എല്ലാവർക്കും പല പല സ്വപ്നങ്ങളുണ്ട്. കൂടുതൽ കാശ് വേണം, നല്ല ലക്ഷറി വണ്ടിയിൽ ട്രാവൽ ചെയ്യണം, പല പല നല്ല രാജ്യം നമ്മൾ കാണണം, കറങ്ങണം എന്നൊക്കെ. നല്ല വീട് നമുക്ക് സ്വപ്നത്തിൽ വെക്കണം. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഫാമിലിയും വേറെ റിലേറ്റീവ്സിന്റെ കൂടെ ഒക്കെ ടൈമുകളൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ. അപ്പൊ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ബിസിനസ്സാണ്. ഓക്കെ, സോ നമ്മൾ ഈ കൂടുതൽ പണങ്ങൾ നമ്മൾ ഇപ്പം എല്ലാരും വിചാരിക്കാറുണ്ട് കൂടുതൽ പണം വേണമെന്ന്. കാരണം നമുക്കിപ്പം ചെലവുകൾ കൂടുതലും വരവ് കുറവാ. നമ്മൾ EMI-ലൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. നമ്മള് വീട്ടിൽ ഒരു കാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ EMI-ലൊക്കെ ആയിരിക്കും നമ്മൾ ആ കാറൊക്കെ വാങ്ങുന്നത്. പക്ഷെ നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ നേടുന്ന ഒരു ലക്ഷറി കാർ നമുക്ക് ചിലപ്പം വാങ്ങാൻ സാധിക്കത്തില്ല. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് അത് സാധിക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് കാണുന്ന പിക്ചറിൽ നമുക്ക് നമുക്ക് വിദേശ യാത്ര എല്ലാവർക്കും പോകാൻ സാധിക്കത്തില്ല. നമ്മുടെ ബജറ്റും കാര്യങ്ങൾ സാലറിയുടെ ആ ഒരു ഇൻകം വെച്ചായിരിക്കും നമ്മൾ ചിലപ്പം യാത്രകൾ പോകുന്നത്. പക്ഷെ നമ്മൾ എല്ലാ സ്ഥലത്തും നമുക്ക് പോകാൻ സാധിക്കണമെന്നൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് നമുക്ക് അതും സാധിക്കും. പിന്നെ നല്ല ഒരു വീട് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. ലൈക്ക് കൊട്ടാര പോലെ വീട് വേണം, നമുക്ക് ഒത്തിരി നല്ല ഒരു വലിയൊരു ലക്ഷറി പോലത്തെ വീട് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ നമുക്കതൊന്നും സാധിക്കണമെന്നൊന്നും ഇല്ല ജീവിതത്തിൽ. നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് വെച്ചായിരിക്കും നമ്മളത് വീട് വെക്കുന്നത്. പക്ഷെ നമ്മുടെ സ്വപ്നത്തിൽ ചിലപ്പോൾ വലിയ വലിയ വീടുകളായിരിക്കും. പക്ഷെ നമ്മൾ EMI ഒക്കെ അടച്ച് നമ്മുടെ ആ ഒരു ബഡ്ജറ്റിലായിരിക്കും നമ്മൾ വീട് വെക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അതും സാധിക്കുന്നതായിരിക്കും. പിന്നെ ടൈം സ്പെൻഡ്. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഫിക്സ് ടൈം ഉണ്ട് പോവാനും ഇറങ്ങി വരാനും ഒക്കെ. പക്ഷെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ടൈമുകൾ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് സ്പെൻഡ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നുള്ള നമ്മുടെ ഒരു ബിസിനസ്സാ ഇത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണാം ഈ ബിസിനസ് നമുക്ക് എന്തുവാ കിട്ടുന്നത്. എക്സ്ട്രാ ഇൻകം. ഞാനൊരു ഹൗസ് വൈഫ് ആണ്. എന്റെ വീട്ടിലെ എല്ലാ ജോലി കഴിഞ്ഞ് എന്റെ ഇഷ്ടമുള്ള സമയത്താണ് ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അതുവഴി എനിക്ക് എക്സ്ട്രാ വരുമാനം കിട്ടാറുണ്ട്. അതുപോലെ ആർക്ക് വേണമെങ്കിലും സാധിക്കാം. അവർ
കുറച്ച് ഫ്രീ ടൈം ഉണ്ടല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നത്. ആ സമയം നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഫ്രീഡം. ഫൈനാൻഷ്യൽ ഫ്രീഡം നമ്മൾ എല്ലാവരും ഓരോ കടകളിലൊക്കെ പോകുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ ബഡ്ജറ്റുകൾ നോക്കും. നമ്മുടെ കയ്യിൽ പൈസ എത്ര ഉണ്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുന്നത്. ഡ്രസ്സ് ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, എന്തോ വേണേലും. പക്ഷെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നതിന് നമുക്കൊരു പ്രൈസ് ടാഗ് പോലും നോക്കാതെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് കിട്ടും. പിന്നെ ടൈം ഫ്രീഡം. ടൈം ഫ്രീഡം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഈ ബിസിനസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഗുഡ് ഹെൽത്ത്. നമുക്കൊരു നല്ല ആരോഗ്യമോട് നമുക്ക് ഇതിൽ കിട്ടി. നമുക്കത് വേറെ ആൾക്കാർക്ക് നമ്മൾ നല്ലൊരു ആരോഗ്യം കൊടുത്ത് നമുക്ക് അതും സാധിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ആരോഗ്യം നല്ലത് കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ബിസി ആയിരിക്കും നമ്മുടെ ജോലിയിൽ. നമ്മൾ ചിലപ്പോൾ നമ്മൾ കെയർലെസ് ആയി നമുക്ക് ആ ഒരു നല്ല ഹെൽത്ത് കിട്ടണമെന്നില്ല. നമ്മൾ ചിലപ്പം വയ്യാതൊക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലും ഒക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ നല്ല ആരോഗ്യവും നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ലീവ് എ ലെഗസി. ലീവ് എ ലെഗസി പറഞ്ഞാൽ നമ്മൾ ഒരു ഇതിനകത്തുനിന്ന് നമ്മൾ ഒരു നല്ലൊരു ഇൻകം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 തലമുറയും സേഫ് ആയിരിക്കും. അവര് നമ്മളെ ഓർക്കുന്ന ആ രീതി മാറുന്നതായിരിക്കും. ഏർലി റിട്ടയർമെന്റ്. നമ്മൾ 5 വർഷം സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷറി ലൈഫ് ജീവിക്കാം. പിന്നെ ഏർലി റിട്ടയർമെന്റ് ആകാം. പിന്നെ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 60 ഇയേഴ്സ് 60 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പം ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ റിട്ടയർമെന്റ് ലൈഫിൽ പോകും. പിന്നെ അതുപോലെ തന്നെ കൂലിപ്പണിക്കാരാട്ടെ, ഓട്ടോ ഡ്രൈവർ, അവർക്കൊക്കെയാണ് ലോങ് ലൈഫ് വർക്ക് ചെയ്താലേ ഒരു വരുമാനം കിട്ടത്തുള്ളൂ. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ 5 വർഷം സീരിയസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല റിട്ടയർമെന്റ് ലക്ഷറി ലൈഫ് ജീവിക്കാൻ പറ്റും. നെക്സ്റ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇത്രയും പേരെ മുമ്പിൽ സംസാരിക്കുന്ന ഇതെന്റെ ഫസ്റ്റ് പ്രസന്റേഷൻ. ഇതെല്ലാം എനിക്ക് ഈ ഒരു ബിസിനസ്സിനകത്തുനിന്ന് എന്റെ ലീഡേഴ്സും എന്റെ ഈ ബിസിനസ് എന്നെ ഈ പഠിപ്പിച്ച ഇത്രയും പേരെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ. കാരണം ഞാൻ ഇങ്ങനെ സംസാരിച്ചാലും ഇത്രയും പേരെ മുമ്പിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല കോൺഫിഡൻസ്. ഞാനിപ്പോ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഞാൻ അവരുടെ മുമ്പിൽ സംസാരിക്കും. ആ ഒരു കഴിവ് എനിക്ക് ഈ ബിസിനസ് കൂടിയാ കിട്ടിയ. ഇപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന എന്റെ ഫസ്റ്റ് ടൈമാ. പക്ഷെ എനിക്ക് ഈ ബിസിനസ് അങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാ. അതുപോലെ എല്ലാ ലീഡേഴ്സിനെ നമ്മൾ ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ആക്കി എടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാ. ട്രാവൽ അറൌണ്ട് ദ വേൾഡ്. ട്രാവൽ അറൌണ്ട് ദ വേൾഡ് ഞാൻ പറഞ്ഞു. നമുക്ക് ഇപ്പം പല സ്ഥലത്തുകളിൽ നമുക്ക് നമ്മളെന്തോ വിചാരിക്കാറുണ്ട് പോണമെന്ന്. പക്ഷെ നമ്മുടെ കയ്യിലെ ബഡ്ജറ്റും കൂടെ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. അപ്പൊ ഇവിടെ നമുക്ക് 2 ഏഷ്യനും 1 യൂറോപ്യൻ ട്രിപ്സ് എല്ലാ വർഷവും കമ്പനി കൊണ്ടുപോകാറുണ്ട്. അത് ഫ്രീ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഹെൽപ്പിംഗ് അതേഴ്സ്. നമുക്കിപ്പം നമ്മുടെ ഒക്കെ ഒരു വരുമാനം നോക്കി നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ശരിയല്ലേ പറഞ്ഞേ? അപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ലിമിറ്റായിട്ട് നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി നിങ്ങൾക്ക് വേറെ ആൾക്കാരെ നല്ല ഹെൽത്തും വെൽത്തും കൊടുത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഹെൽത്ത് ചെയ്യാൻ ഇതെല്ലാം കിട്ടുന്ന നിങ്ങൾക്ക് എവിടുന്ന? നമ്മുടെ കമ്പനിയുടെ പേര് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2004 സ്റ്റാർട്ടായി. ഡൽഹിയിലാണ് സ്റ്റാർട്ടായ. 10 പ്രൊഡക്റ്റ്, 2 ഓഫീസ്, 6 ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ. അപ്പൊ പ്രൊഡക്റ്റ് പറഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കണ്ട. പ്രൊഡക്റ്റ് സെല്ലിങ്ങോ ഒന്നും സ്റ്റാറ്റസ് ഇടലൊന്നും അല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പനിയുടെ പ്രൊഫൈൽ പറയുക. അപ്പൊ ഇപ്പം 21 വർഷം കഴിഞ്ഞു. നമുക്ക് 450 തരത്തിൽ പ്രൊഡക്റ്റ് ഉണ്ട്. 5000 കൂടുതൽ ഓഫീസസ് ഉണ്ട്. 5 കോടി കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. പിന്നെ ഈ കമ്പനിയുടെ ഫൗണ്ടർ മിസ്റ്റർ ഗൗതം വാലി സാർ, കോ ഫൗണ്ടർ മിസ്റ്റർ കൻവർവീൻ സിർ ആൻഡ് മിസ്റ്റർ ദീപക് സൂദ് സറാ. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാ. വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ 38ാമത്തെ പൊസിഷനിലാണ് നമ്മള് ഇപ്പൊ ഉള്ളത്. പിന്നെ നമ്മുടെ കമ്പനിയുടെ ടേൺ ഓവർ നോക്കിക്കഴിഞ്ഞാൽ 3000 കോടി കൂടുതൽ ടേൺ ഓവർ ഉണ്ട്. ഈ ബിസിനസ് പല രാജ്യത്ത് റണ്ണിങ്. UAE, സൗദി, ഐവോറി കോസ്റ്റ്, ബംഗ്ലാദേശ്, തായ്ലാൻഡ്, ഗാന ആൻഡ് ഫിലിപ്പീൻസ്. ഞാനിപ്പം ദുബൈയിൽ നിന്നാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പല രാജ്യത്ത് നമ്മുടെ
ബിസിനസ് റണ്ണിങ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇവിടെ കാണാം ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മളിപ്പം നമ്മളെല്ലാരും കൺസ്യൂമറാ, ശരിയല്ലേ പറഞ്ഞത്? നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ ഓരോ പല പല കടയിൽ നിന്ന് വാങ്ങാറുണ്ട്. പക്ഷെ അതെങ്ങനെ നമ്മൾ വാങ്ങാറുള്ളത്? പത്രത്തിനകത്തായാലും TV ചാനൽ സെലിബ്രിറ്റീസ് വഴിയൊക്കെ ആയിരിക്കും നമ്മൾ ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ കണ്ട് പരിചയപ്പെടുന്നു. നമ്മൾ അടുത്ത ഷോപ്പിൽ എങ്ങനെയാ പോകുന്നത്, നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചറർ 40 രൂപയ്ക്കായിരിക്കും അവര് ഒരു പ്രൊഡക്റ്റ് ഉത്പാദിക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ, നമ്മുടെ കൺസ്യൂമറായി നമ്മുടെ കയ്യിൽ കിട്ടുന്ന 100 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ 100 രൂപയ്ക്ക് ഈ 60% തുക ഇത് ആർക്കാ പോകുന്നത്? C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ. ഈ അഡ്വർടൈസ്മെന്റുകാരും പേപ്പർകാരും ഒക്കെ അവരാ ഈ 60% തുക കൊണ്ടുപോകുന്നത്. അതെല്ലാം തുക അത് നമ്മളായി കൺസ്യൂമർ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ വെസ്റ്റീജ് കമ്പനി ഇവിടെ ആരും അഡ്വർടൈസ്മെന്റ് പേപ്പർ, അഡ്വർടൈസ്മെന്റ് ചാനൽ, സെലിബ്രിറ്റീസ് ആരും ഇല്ല. ഇവിടെ നമ്മൾ കൺസ്യൂമറായി മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി. അപ്പം നമ്മൾ വെസ്റ്റീജ് നമ്മുടെ കമ്പനി ഡയറക്റ്റ് കൺസ്യൂമറിലേക്കാ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. ആ ഒരു ഈ അഡ്വർടൈസ്മെന്റ് പേപ്പർ ചാനൽ, പേപ്പർ അഡ്വർടൈസ്മെന്റും TV ചാനലും ഇവിടെ ആരും ഇല്ല. ആ 60% തുക നമുക്ക് തന്നെയാ, നമ്മൾ കൺസ്യൂമറായി നമുക്ക് തന്നെയാ നമ്മുടെ കമ്പനി നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തോ ചെയ്യേണ്ടിയ ഇവിടെ? നിങ്ങളുടെ ഒരു ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫും ചേഞ്ച് ആകുന്നതായിരിക്കും. അതെങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് തന്ന ആളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അവരൊരു ID എടുത്ത് തരുന്നതായിരിക്കും, രജിസ്ട്രേഷൻ ചെയ്ത് തരുന്നതുകൊണ്ടായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളൊരു ഈ ഒരു കമ്പനിയിൽ കൺസ്യൂമർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാ ഗുണങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നമുക്ക് എല്ലാ പ്രൊഡക്റ്റിലും 10 തൊട്ട് 20% ഓഫ് നമുക്ക് എല്ലാ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടായിരിക്കും. റീപർച്ചേസ് ഓഫർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഓരോ പർച്ചേസിനും നമുക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും. അതുപോലെ ക്യാഷ് ബാക്ക്, നമ്മളിപ്പോ ജോയിൻ ചെയ്യുമ്പോൾ 5% ജോയിൻ ചെയ്യുന്നത്. പിന്നെ 8 ആകും, 12 ആകും, 16 ആകും. ഞാനിപ്പം 12% നിൽക്കുന്നത്. എനിക്ക് ക്യാഷ് ബാക്ക് 12% കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ മണി ബാക്ക് ഗ്യാരണ്ടി. ഇപ്പം നമ്മൾ ഒരു ഷോപ്പിൽ പോയി ഒരു സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാല് തിരിച്ചവർ വാങ്ങത്തില്ല. നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങത്തില്ല. പക്ഷെ നമ്മുടെ കമ്പനി നമ്മൾ ഒരു 30% യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നമ്മൾ ആ കമ്പനി പറയുന്ന ക്വാളിറ്റി പ്രൂഫ് കമ്പനിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫുൾ ക്യാഷ് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ്, കൺസിസ്റ്റൻസി ഓഫർ. കൺസിസ്റ്റൻസി ഓഫർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും സ്ഥിരത ഉള്ള ഓരോ കൺസ്യൂമറാ, ശരിയല്ലേ പറയാം? നമ്മൾ ഓരോ കടകളിലെ എല്ലാ മാസം സാധനങ്ങൾ വാങ്ങാറുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒരു ലാഭവും കിട്ടാറില്ല. പക്ഷെ നമ്മുടെ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 100 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3000-3200 രൂപയുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ 4 മാസം കണ്ടിന്യൂസ് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ 5-ാം മാസം 2515 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും എല്ലാ 5-ാം മാസം. പക്ഷെ നമ്മൾ വേറെ കടകളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കിട്ടത്തില്ല. ഇത് നിർബന്ധമൊന്നുമില്ല, ഇത് പാക്കേജോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ പ്രോഡക്റ്റ് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി ഓഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് കാണാം 3 ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി: നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനസ് ആൻഡ് ഇ-കോമേഴ്സ്. നെറ്റ്വർക്ക്, നമുക്ക് ഇവിടെ ഈ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പല സ്ഥലത്ത് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. പല പല രാജ്യത്തിൽ നമുക്ക് ഇതിനോട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് നമ്മുടെ വെൽനസ് റിവോല്യൂഷൻ. വെൽനസ് നമ്മുടെ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ വെൽനസ് ഓറിയന്റഡ് കമ്പനിയാ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മ്, യോഗ, മെഡിറ്റേഷൻ എല്ലാവർക്കും അറിയാവുന്നതാ. സോ നമ്മുടെ ഒരു കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ വെൽനസ് ഓറിയന്റഡ് കമ്പനിയാ. ഇ-കോമേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴി എല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഡ്രസ് ആയാലും ഫുഡ് ആയാലും ഒക്കെ. അപ്പൊ നമ്മുടെ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഒരു ആപ്പ് തരും. ആ ആപ്പ് വഴി, നമ്മുടെ വെസ്റ്റീജ് ആപ്പ് വഴി നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്ട്സുകളാ. ഓക്കെ, സോ ഇത് 3ഉം കൂടെ ചേർന്നുള്ള നമ്മുടെ ഒരു ബിസിനസ്സാ. സോ താങ്ക് യു സോ മച്ച്. എന്നെ എല്ലാവർക്കും നല്ല ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു.
സോ എല്ലാവരും ക്ഷമിക്കണം, എന്തേലുമൊക്കെ എന്റെ ഒരു സ്ലാങ്ങിൽ കുറച്ച് വ്യത്യാസം വരും, കാരണം ഞാൻ പഠിച്ചു വളർന്ന വെളിയിലായ കാരണം മലയാളം കുറച്ച് ബുദ്ധിമുട്ടാ. എന്നാലും എനിക്ക് അറിയാവുന്ന രീതി ഞാൻ നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ പ്രസന്റ് ചെയ്തു. സോ ഞാൻ എന്റെ വാക്കുകൾ പറഞ്ഞ് ഇവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബാക്ക് ടു ബീമ മാഡം. സോ ഇവിടെ ഒരു ക്ലോസിംഗ് സെഷൻ ഉണ്ട്. ക്ലോസിംഗ് സെഷൻ ഞാനല്ല ചെയ്യുന്നത്, നിങ്ങളുടെ എല്ലാം മുമ്പിൽ ബീമ മാഡം ഈ ഒരു ക്ലോസിംഗ് സെഷൻ ചെയ്യുന്നത്. അപ്പൊ പുതിയ ആൾക്കാർക്ക് എല്ലാം ഡൗട്ട്സ് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാനും ഈ ഒരു പ്ലാൻ പ്രസന്റേഷന് ഫസ്റ്റ് വന്നപ്പോ എനിക്കും ഡൗട്ട്സുകൾ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഡൗട്ട്സുകൾ കാണും. അപ്പൊ ഡൗട്ട്സുകൾ എല്ലാവരെയും ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞ് ഈ പ്ലാറ്റ്ഫോം പ്ലീസ് ലീവ് ചെയ്യുക എന്ന് എന്റെ ഒരു വാം റിക്വസ്റ്റ് ഉണ്ട്. സോ ബാക്ക് ടു ബീമ മാഡം. താങ്ക് യു. താങ്ക് യു ശ്രീജ മാഡം. താങ്ക് യു സോ മച്ച്. ശ്രീജ മാഡം വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രസന്റേഷൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കാരണം സ്ലാങ് മോശമൊന്നും അല്ലായിരുന്നു, കൊള്ളായിരുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ, കുറച്ച് ഇംഗ്ലീഷ് മിക്സ് ആണെങ്കിൽ കൂടി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ വളരെ ലളിതമായിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു പ്രസന്റേഷൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേട്ടാൽ തന്നെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ? കാരണം നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു മേഖല നമുക്ക് തീർത്തും അപരിചിതമാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. ഇപ്പൊ ശ്രീജ മാഡം പറഞ്ഞതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യം, കാരണം എന്തോ സംതിങ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ നമുക്ക് ₹1 ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ കിട്ടുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണെന്ന് ശ്രീജ മാഡം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് സക്സസ് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് കരുതി നമുക്ക് ഇതിനെ തീർത്തും നിങ്ങൾ എന്താ പറയാ പൈസ കൊടുക്കാത്തതുകൊണ്ട് വാല്യൂ കൊടുക്കാതിരിക്കരുത്. കാരണം വാല്യൂ കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം മാറ്റം. നമ്മളെല്ലാം ഒരു വരുമാനം ആഗ്രഹിച്ചിട്ടാണ് ഇതിൽ വന്നതെങ്കിലും വരുമാനം മാത്രമല്ല പേഴ്സണാലിറ്റിയിലും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ആരോഗ്യത്തിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഒരു ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്ത് ഞാനാണ് ശ്രീജ മാഡം പറഞ്ഞുവെങ്കിലും ഇന്നിപ്പോ ഞാനല്ല, നമ്മുടെ ടീം ലീഡർ ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. അപ്പൊ സാറിനെയാണ് ഞാൻ ഈ ഒരു ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. കാരണം സാർ ഇതിനകത്ത് ശ്രീജ മാഡം പറഞ്ഞു നമുക്ക് ഇതിനകത്ത് 9 ടൈപ്പ് ഇൻകം ഇതിലൂടെ നേടാനും ആ 9 ടൈപ്പ് ഇൻകം നേടിയെടുത്താൽ നമ്മുടെ ലൈഫ്, നമ്മുടെ ഡ്രീംസ് ഒക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഒരു ലക്ഷറി ലൈഫിലോട്ട് എത്താനും സഹായിക്കും എന്ന് പറഞ്ഞു. ഈ 9 ടൈപ്പ് ഇൻകം വാങ്ങുന്നതിൽ അതിൽ നിന്നൊരു 8 ടൈപ്പ് ഇൻകം, ഒരു ടൈപ്പ് ഇൻകം കൂടി ഇനി സാറിന് കിട്ടാനുള്ളൂ. അപ്പൊ ആ ഒരു ഇൻകം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സാർ ഇത്രയും എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ ആ 8 ടൈപ്പ് ഇൻകം വാങ്ങുന്ന വ്യക്തിയും അതിലുപരി ഇന്റർനാഷണൽ ക്രൗൺ ഡയറക്ടർ ലെവൽ അച്ചീവറുമാണ് സാറ്. സാർ കണ്ണൂർ സ്വദേശിയാണ്. 20 വർഷമായിട്ട് ഫാമിലിയോടൊപ്പം ദുബായിൽ സെറ്റിൽഡ് ആണ്. അവിടെ ഒരു കമ്പനി ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട സാർ പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നത്. ഇന്ന് ഏതൊരു ജോലി ചെയ്താലും ജോലി ചെയ്യുന്നു, വരുമാനം വാങ്ങുന്നു, നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നു എന്നേ അല്ലേ. ഒരിക്കലും നമ്മുടെ ഡ്രീംസ് ഒന്നും നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോ സാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലും അങ്ങനെ തന്നെയാണ്. ഒരു പ്രവാസ ജീവിതം ആണെങ്കിൽ കൂടി എത്ര നമുക്ക് വരുമാനം കിട്ടിയാലും ഇന്ന് ആവശ്യങ്ങളാണ് ഏറെ. അപ്പൊ സാറിന്റെ ഫാമിലിയും അവിടാണ്. അപ്പൊ ഫാമിലിയോടൊപ്പമാണ് സാർ അവിടെ സെറ്റിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ സാർ ആ ഒരു ജോലിയേക്കാൾ ഉപരി ഇതിൽ ഒരുപാട് സാധ്യതകളുണ്ട്. തന്റെ ജനറേഷനെ പോലും സെക്യൂർ ആക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ദൈവം കൊണ്ട് തന്നിരിക്കുന്നത് സാർ മനസ്സിലാക്കി. ഇപ്പൊ 1.5 വർഷമായിട്ട് സാർ ആ ഒരു ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. സാറിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും വലിയൊരു സക്സസിലൂടെ നയിക്കുന്ന ഒരു പവർഫുൾ ലീഡർ കൂടിയാണ്. സാറിനെ ഈ ഒരു ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യാനും ഇതിന്റെ എല്ലാവിധ സാധ്യതകൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ എല്ലാവിധ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപൂർവ്വം അതിലേറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം ഓൺ ദ പ്ലാറ്റ്ഫോം. താങ്ക് യു ഭീമ. വണ്ടർഫുള്ളായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അതിനോട് സന്തോഷം. ശ്രീജ മാഡം ഇന്ന് ആദ്യത്തെ പ്രസൻറ്റേഷൻ ചെയ്തു. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇന്ന് അത്യാവശ്യം എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ സുഷിത മാഡം ഇന്ന് പുറത്ത് പോയിട്ട് ആവശ്യമുണ്ടായിരുന്നു. പെട്ടെന്ന് പ്ലാൻ എടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീജ മാഡത്തോട് ചോദിച്ചതാണ്. ഓക്കെ പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ സ്ഥിരമായിട്ട് പ്രസൻറ്റേഷൻ ചെയ്ത് കേട്ട എക്സ്പീരിയൻസിലാണ് ഈ പ്രസൻറ്റേഷൻ ചെയ്തത്. പഠിച്ച എക്സ്പീരിയൻസ് ഇല്ല. വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീജ മാഡം ഓൾറെഡി മലയാളിയാണെങ്കിലും പഠിച്ചതും വളർന്നതൊക്കെ വേറെ സ്ഥലത്താണ്. ഉത്തർപ്രദേശിലായിരുന്നു വളർന്നത്. ഇപ്പം ചെയ്തുകൊണ്ട് ഉള്ളത് ദുബായിലാണ്. അപ്പോൾ മലയാളം അത്ര പരിചയക്കുറവുണ്ട്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ചെയ്യാം. കേട്ട എക്സ്പീരിയൻസ് കേട്ടോ, വേറൊന്നും അറിയില്ല. കേട്ട എക്സ്പീരിയൻസ് മാത്രമാണ്. നല്ല ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. സൂപ്പർ പ്രസൻറ്റേഷൻ. നമുക്ക് സ്ഥിരമായിട്ട് ഒരു 2 മണിക്കൂർ പ്രസൻറ്റേഷൻ ചെയ്യാൻ ഒരാളെ റെഡിയായി. എനിവേ, ഇന്ന് ശ്രീജ മാഡം ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി നിങ്ങളെപ്പോലെ തന്നെയാണ്. കുറച്ച് കാലങ്ങളായി, 5-8 മാസം, 1 വർഷമാവുന്നു ശ്രീജ മാഡം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ട്. ദുബായിൽ ജോലി ഉണ്ടായിരുന്നു. കുട്ടികളായ സമയത്ത്, ഒരു മകനുള്ള സമയത്ത് ജോലി മതിയാക്കിയിട്ട് അവരെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടമ്മമായി ഒതുങ്ങിക്കൂടിയ ആളാണ്. ഇവിടെ പല ലേഡീസും അങ്ങനെ തന്നെയല്ലേ.
നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്തിട്ടുണ്ടാവാം, പിന്നെ കുട്ടികളെ നോക്കാനും അവരെ പഠിപ്പിക്കാനും അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വീട്ടുകാരെയും നോക്കാനും വീട്ടമ്മമാരെ ഒതുങ്ങുന്ന ആൾക്കാർ ഇതിനകത്ത് കൂടുതലുണ്ടാവും. അത് മാത്രമല്ല ജെൻസ് ആയിക്കോട്ടെ നല്ലൊരു ജോലി ഉണ്ടാവാം, ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷെ ഒരു 55-60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വരുമാനം ഉണ്ടാവില്ല, ഉണ്ടാക്കിയ പൈസേനെ കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ വരാം. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് മക്കളെ നന്നായി പഠിപ്പിച്ചിട്ട് അവരെ പഠിപ്പിച്ച് അവർ ജോലിയാക്കി കൊടുത്ത് അവർ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ നമ്മൾ നോക്കിയാലായി, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും ഇമ്പോർട്ടൻസ് ഞാനിത് മനസ്സിലാക്കാൻ കാരണം, എൻ്റെ ജോലി ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 21 വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്നു. ഒരു നല്ലൊരു സ്ഥാപനത്തിൽ ഫാമിലിയോടൊപ്പം ദുബായിൽ സെറ്റ് ചെയ്ത വ്യക്തിയാണ്. നല്ല ശമ്പളം ഉണ്ടായിരുന്നു. കൊറോണ വന്ന സമയത്ത് എൻ്റെ ശമ്പളം പകുതിയായി മാറിപ്പോയി. കിട്ടിയ ശമ്പളത്തിൻ്റെ പകുതിയായി മാറിയ സമയത്താണ് എനിക്ക് ജോലിയിലുള്ള ആ ഒരു ഇത് മനസ്സിലായത്. കാരണം ഒരു ഗ്യാരണ്ടി ഇല്ല നമ്മൾ ചെയ്യുന്ന ജോലിക്കും ഒരു വരുമാനത്തിനും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ നഷ്ടപ്പെട്ട സമയത്ത് അവർ പിന്നീട് ഇതുപോലെ ജോലി അന്വേഷിച്ച് പോകുന്ന സമയത്ത് എത്ര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ശമ്പളം ആ കിട്ടിയ ശമ്പളത്തിന് എത്ര പോലെ കിട്ടുന്നില്ല ഒരു കമ്പനിയിൽ. എവിടെ പോയി കഴിഞ്ഞാൽ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ വരുവാണ്. അവിടെയാണ് നമ്മൾ ആ സമയത്ത് നല്ല ശമ്പളത്തിൽ ജോലി ചെയ്ത സമയത്ത് നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത്, EMI അടയ്ക്കാനുണ്ടാവും, വീടിൻ്റെ ലോൺ ഉണ്ടാവും, വണ്ടിയുടെ ലോൺ ഉണ്ടാവും, മറ്റുള്ള മക്കളുടെ ഫീസും റൂം റെൻറ്റും, ഇങ്ങനെ പല കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ പ്രവാസികളൊക്കെ. അവിടെ സ്ട്രഗിൾ വരാൻ തുടങ്ങി. ഓരോ മാസം കഴിയുമ്പോൾ ബാധ്യതകൾ കൂടാൻ തുടങ്ങി. ആ സമയത്ത് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് പരാജയപ്പെട്ടു, കോടികൾ നഷ്ടപ്പെട്ടു. ആ സമയത്താണ് ഇന്ന് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി 4 വർഷം മുന്നേ ഇതിലേക്ക് വന്നപ്പോൾ ഒരു പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ആർക്കും പൈസ കൊടുക്കണ്ട, ആരെ കയ്യിൽ നിന്ന് ഒരു പൈസ വാങ്ങിക്കേണ്ട, അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം. ആരെയും വേദനിപ്പിക്കാതെ, ഒരാളുടെ വിഷമമില്ലാതെ, വേർപ്പിൻ്റെ പൈസ വാങ്ങിക്കാതെ, നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് ഒരു ടെൻഷൻ ഇല്ലാതെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇന്ന് ഇവിടെ ബിസിനസ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ എത്ര ലക്ഷം രൂപ നമ്മൾ കാണണം, അവിടെ എത്ര സ്റ്റാഫിന് വെക്കണം, എത്ര ശമ്പളം കൊടുക്കണം, വാടക കൊടുക്കണം, നമ്മൾ ആ ഒരു ഷോപ്പ് എന്താണോ അതിന് സാധനങ്ങൾ കൊണ്ടുവെക്കേണ്ട ആവശ്യമുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ പോയി ഇരിക്കേണ്ട ആവശ്യമുണ്ട്, ഒരു സ്ഥലത്തേക്കൊന്ന് മാറാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല നമ്മൾ സാധാരണക്കാരൻ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ ഒരു ടെൻഷനോ ഒരു റിസ്ക്കും ഇല്ലാതെ, ഒരാളെയും വിഷമിപ്പിക്കേണ്ട, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു. ഞാനിവിടെ ചെയ്ത കാര്യം എന്താണ്, എൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പൊന്ന് മാറ്റുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്വന്തം വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളെ സാധാരണ വാങ്ങിക്കുന്ന ബ്രാൻഡിനെ ഒന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ ഒരവസരമാണ് ഇവിടെ തരുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും സാധിക്കുമെന്ന് വെച്ചാൽ എല്ലാവർക്കും സാധിക്കില്ല. ഇതിനു വേണ്ടിയിട്ട് ഇത് മനസ്സിലാക്കുന്ന, ഇത് പഠിക്കാൻ തയ്യാറായ ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ്സിലൂടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിനെ അറിയാൻ ശ്രമിക്കുന്ന വ്യക്തികൾ, ഈ കമ്പനി എങ്ങനെയാണ്, നല്ലതാണോ, അതിൻ്റെ പ്രൊഡക്റ്റ് കൊള്ളാവോ, അത് ഉപയോഗിച്ച് നോക്കുന്ന വ്യക്തിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എത്ര പൈസക്കാരും കുഴപ്പമില്ല, അതൊന്ന് വാങ്ങിച്ചിട്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് കൊള്ളാവോ എന്ന്, കൊള്ളാമെങ്കിൽ നല്ലതാണെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ റെഗുലർ കസ്റ്റമറായി മാറാൻ ഈ കമ്പനിയോടൊപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഇതിനോടൊപ്പം ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം. 4 വർഷം മുന്നേ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇതിൻ്റെ ഷോപ്പിൽ പോയ വ്യക്തി ഞാനാണ്. എനിക്കൊരു പരിചയമില്ലാത്ത കമ്പനി, ആദ്യമായിട്ട് ഒരു പരിചയമില്ലാത്ത വ്യക്തി ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നു. ആ സമയത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ എങ്കിലും എനിക്കൊരു വരുമാനം ആവശ്യമായിരുന്നു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം വാങ്ങിക്കാൻ ഇതിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ഒരു മാസം ശമ്പളം വരുന്ന സമയത്ത് ഒരുമിച്ച് വാങ്ങിക്കുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ ഇതിൻ്റെ ഷോപ്പിൽ പോയി വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനം വാങ്ങിച്ചു. ഏകദേശം നമ്മൾ ഇന്ത്യൻ മണി കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ 3000 രൂപക്ക് മേലുള്ള സാധനമായിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ സാധനവും ഒരു കവറായിട്ടുണ്ട്. എങ്കിൽ പച്ചക്കറിയോ പയറുവർഗ്ഗങ്ങളൊന്നും ഇല്ല. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും വാങ്ങിച്ചപ്പോൾ ഏകദേശം 3000 രൂപക്ക് മേലുള്ള സാധനം വാങ്ങിച്ചു. ബില്ലടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 300 രൂപ കൊടുത്തുള്ള പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് തന്നു. അതെന്നെ വളരെ എക്സൈറ്റഡ് ആക്കി. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വർഷം വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ചിലവാക്കുന്ന തുകയുടെ പകുതിയോളം, അല്ല 10% ഡിസ്കൗണ്ട് തരുന്നത്, പ്രൊഡക്റ്റ് ഫ്രീ തരുന്നത്. ഇതിൻ്റെ MRP പ്രൈസ്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പ്രൊഡക്റ്റ് എത്രയാണോ അതിൻ്റെ 35% ഡിസ്കൗണ്ടിലാണ് നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത്. അപ്പോൾ MRP ഏകദേശം 4000-ന് മേലുള്ള സാധനമാണ് എനിക്ക് 3000-ന് കിട്ടിയിരുന്നത്. അപ്പോൾ അത് ലാഭമാണ്. 300 രൂപക്കുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടി. വീട്ടിൽ കൊണ്ടുപോയി പ്രൊഡക്റ്റ് ഉപയോഗിച്ച തുടങ്ങിയപ്പോൾ തൊട്ട് സന്തോഷം തുടങ്ങി. അത്രയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള സാധനം, നല്ല റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റ്. പല്ല് തേക്കുന്ന പേസ്റ്റാണ് എന്നെ ഇതിൽ മാറ്റിമറിച്ചത്. കാരണം വർഷങ്ങളായിട്ട്
ഞാൻ ഡോക്ടർമാരെ കാണിച്ചുകൊണ്ടിരിക്കാറുണ്ട്. എനിക്ക് വായപ്പുണ്ണ് വരും സ്ഥിരമായിട്ട്. എന്തുകൊണ്ടാണ് വായപ്പുണ്ണ് വരുന്നതെന്ന് വെച്ചാൽ ഇന്ന് പല ആൾക്കാർക്കും അറിയാം വായപ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ മൗത്ത് അൾസർ വന്നാൽ നമ്മൾ ഡോക്ടർമാരെ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ പല്ലിൻ്റെ പ്രശ്നം പറയും, അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ പ്രോബ്ലംസ് പറയും. ഒരു ഡോക്ടറും നമ്മൾ പറയില്ല നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നുകൊണ്ടാണ് വായപ്പുണ്ണ് വരുന്നത് പറയില്ല. ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിക്കുന്ന ആൾക്കാർക്കും വായപ്പുണ്ണ് വരും. ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയ സമയത്ത് അതിനുണ്ടായ നഷ്ടം 1.5 കോടി രൂപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ബിസിനസ് ചെയ്തപ്പോൾ. അത് തിരിച്ചു പിടിക്കാൻ ഇനി ജോലിയിലൂടെ എനിക്ക് സാധിക്കില്ല, അത് ഉറപ്പായിരുന്നു. കാരണം എനിക്ക് ജോലിയിൽ കിട്ടുന്ന വരുമാനം എൻ്റെ EMI അടക്കാൻ പോലും എനിക്ക് തികയാത്ത അവസ്ഥയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും കിട്ടുന്ന ശമ്പളം ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ, തട്ടിമുട്ടിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. EMI അടക്കാൻ പറ്റാതെ ലൈഫ് സ്ട്രഗിൾ വന്ന് തുടങ്ങിയ സമയത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട വ്യക്തിയായിരുന്നു. രാത്രി കിടന്നാൽ ഉറക്കം വരില്ല. കാരണം ഈ EMI അടക്കാൻ പറ്റാതെ അതിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങൾ കൊണ്ട് രാത്രി ഉറക്കം വരില്ല. ജോലി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൊത്തം ക്ഷീണമായിരിക്കും. ഈ സ്ട്രെസ്സ് കാരണം സ്ഥിരമായിട്ട് വായ പൊട്ടുമായിരുന്നു. അത് ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവർ പല വൈറ്റമിൻ്റെ ഗുളികളൊക്കെ തരുമായിരുന്നു. ഒരു മാറ്റം വന്നിട്ടില്ല. അവസാനം കാണിച്ച ഡോക്ടറാണ് പറഞ്ഞത് എനിക്ക് ടെൻഷൻ കാരണമാണ് ഈ വായപ്പുണ്ണ് വരുന്നത്. ടെൻഷൻ ഇല്ലാതിരിക്കുമ്പോൾ അത് മാറിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം ശരിയാണ്. ആദ്യത്തെ 2 ആഴ്ച മാത്രമേ എനിക്ക് ടെൻഷൻ ഉണ്ടാവാറുള്ളൂ, ആ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്ന സമയത്താണ് ആ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ മൗത്ത് അൾസർ മാറിത്തുടങ്ങി. പല്ലുവേദന ഉണ്ടായിരുന്ന പല്ലുവേദന മാറിത്തുടങ്ങി. പിന്നെ ഈ ബിസിനസ്സിൻ്റെ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ടെൻഷൻ അങ്ങ് മാറിക്കിട്ടി. കാരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നേടാൻ സാധിക്കുമെന്ന് മനസ്സിലായി. കാരണം ഇനി ജോലിയിലൂടെ എൻ്റെ പ്രോബ്ലംസ് സോൾവ് ആക്കാൻ സാധിക്കില്ല. കാരണം അത്രയും ശമ്പളം കിട്ടിയാൽ മാത്രമേ, മുന്നേ കിട്ടുന്ന അതേ ശമ്പളം കിട്ടിയാൽ മാത്രമേ എനിക്കത് കവർ ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു. പക്ഷെ ആ ഒരു തിരിച്ചറിവ്, ഈ ഒരു ബിസിനസ് സാധ്യത ദൈവമായിട്ട് കൊണ്ടു തന്നതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുറച്ച് സമയം മാറ്റിവെക്കാൻ തയ്യാറായി. കാരണം ഇതിനകത്ത് സമയം എനിക്കുണ്ടായിരുന്നില്ല. 5 മണിക്ക് ജോലിക്ക് പോയാൽ രാത്രി 9 മണിയാവും വീട്ടിലെത്താൻ. അപ്പോൾ പിന്നെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ എനിക്ക് സമയമില്ല. ഇവിടെ പല ആൾക്കാരും സമയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 5 മണിക്കാണ് എൻ്റെ ബസ് വരിക, രാവിലെ 5 മണിക്ക്. ഞാൻ തിരിച്ച് രാത്രി വീട്ടിലെത്തുന്നത് 9 മണിയാവും. അപ്പോൾ എനിക്ക് സമയം വേറെ ഒന്നുമില്ല. മക്കളോടെ ഇരിക്കാനും TV കാണാനും ഒന്നും സമയം എനിക്ക് ഉണ്ടാവാറില്ല. പക്ഷേ ഇതിലേക്ക് വന്നു, ജോയിൻ ചെയ്തു, സാധനം വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടു. ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന ആ ദൂരം, കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് 1.5 മണിക്കൂർ യാത്ര ചെയ്യണം. അങ്ങോട്ട് 1.5 മണിക്കൂർ, ഇങ്ങോട്ട് 1.5 മണിക്കൂർ, 3 മണിക്കൂർ ട്രാവലിംഗ് ആണ്. ആ 3 മണിക്കൂർ ട്രാവലിംഗ് സമയം സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് പഠിച്ചു. വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 1.5 വർഷം ജോലിയോടൊപ്പം തന്നെ പാർട്ട് ടൈമായി ചെയ്ത ഞാൻ ഒരു 50,000 രൂപക്കുള്ള മേലെ വരുമാനം എനിക്ക് സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി ഈ വരുമാനം നാട്ടിൽ പോയാലും എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നത് മനസ്സിലായി. പ്രവാസിയാണ് ഞാൻ. 50,000 രൂപ അല്ല 1 ലക്ഷം രൂപയൊക്കെ നാട്ടിൽ കിട്ടുവാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. പാർട്ട് ടൈമായിട്ട് ചെറിയ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയം കൊണ്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത സമയത്ത് ചെയ്ത ബിസിനസ് അത്ര വരുമാനം വാങ്ങിക്കാൻ സാധിച്ചപ്പോൾ ഞാൻ ഇതിനെ ഫുൾ ടൈമിലേക്ക് എത്തിയാൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നത് മനസ്സിലായതുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി റിസൈൻ ചെയ്തു. ഇന്ന് ഞാൻ ഫുൾ ടൈമായിട്ടാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇന്ന് 13 രാജ്യത്തെത്തി എൻ്റെ ബിസിനസ്. ഞാൻ എങ്ങനെയാണ് ബിസിനസ് ഇങ്ങനെ ഡെവലപ്പാക്കിയെന്ന് പറഞ്ഞുതരാം. ആ കമ്പനിയിലെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അതിൽ കിട്ടിയ റിസൾട്ട് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോട് പറഞ്ഞു. കാരണം അവരത് വിശ്വസിക്കും. വർഷങ്ങളായിട്ട് എനിക്കുണ്ടായിരുന്ന മൗത്ത് അൾസർ ഇപ്പോൾ ഇല്ല. അല്ലെങ്കിൽ എല്ലാ മാസവും ആദ്യത്തെ 2 ആഴ്ച എനിക്ക് വായ പൊണ്ണ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവരെ കൂടെ ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ഒന്നും കഴിക്കില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത തൈര് മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആദ്യത്തെ 2 ആഴ്ച. അപ്പോൾ അവർക്ക് അതറിയാം. ആ വ്യത്യാസം അവർക്ക് മനസ്സിലായി. ഇപ്പോൾ എനിക്കതില്ല എന്ന് അവർക്ക് അറിഞ്ഞ സമയത്ത് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അവർ തിരിച്ചറിഞ്ഞു. അവരും പതുക്കെ പതുക്കെ ഇതിൻ്റെ കസ്റ്റമറായി മാറി തുടങ്ങി. കുറച്ച് ആൾക്കാർ റെഗുലർ കസ്റ്റമറായി മാറി. അതിൽ കുറച്ച് വ്യക്തികൾ എന്നെപ്പോലെ തന്നെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരും ഇതിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് എന്നോടൊപ്പം ബിസിനസ്സിൽ കണക്റ്റായി 6 വ്യക്തികളായിരുന്നു. ബാക്കിയുള്ള ബിസിനസ്സിൽ വന്നിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ട് 6 വ്യക്തികളിലൂടെ ഇന്ന് 5300-ലധികം ആൾക്കാർ വെസ്റ്റേജ് കമ്പനിയിലെ പ്രൊഡക്റ്റ് അവരുടെ വീട്ടിലേക്ക് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എപ്പോഴും എല്ലാ മാസവും എനിക്ക് ആവശ്യമുള്ള ഏകദേശം 3000 രൂപക്കും അല്ലെങ്കിൽ 3500 രൂപക്കിടയിലുള്ള സാധനം എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഇന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ 6 വ്യക്തികളിലൂടെ ഏകദേശം 5300 പേര് 13 രാജ്യത്തുള്ള ആൾക്കാരാണ്. ഇവരാരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്കാരും അറിയില്ല. എനിക്കറിയാവുന്ന 6 വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അവരിലൂടെ ഉണ്ടായ ഒരു ടീമാണ് 5300 പേര്. ഈ 5300-ലധികമുള്ള ആൾക്കാർ അവരെല്ലാവരും കസ്റ്റമറാണ്. കുറേ ആൾക്കാർ ബിസിനസ് സീരിയസ് ആയി ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ആൾക്കാരുടെ ടീമാണ് ഈ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കും വൈകുന്നേരം 5 മണിക്കും രാത്രി 9 മണിയാകുമ്പോൾ 100-ൽ കൂടുതൽ ആൾക്കാരാണ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ഒരു ദിവസം 200-ൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. അവർ ഇതിൻ്റെ കസ്റ്റമറായി മാറുന്നുണ്ട്.
മാസം ലക്ഷങ്ങളുടെ ടേൺ ഓവറാണ്, 10 ലക്ഷത്തിൻ്റെ ടേൺ ഓവറാണ് ഒരു മാസം കമ്പനിക്ക് പോകുന്നത്. ഒരു ഷോപ്പിൻ്റെ ആവശ്യമില്ലാതെ, ഒരു സിനിമാ താരത്തിനെ കൊണ്ടും പരസ്യങ്ങൾ പറയിപ്പിക്കാതെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ, വാടക കൊടുക്കാതെ, ശമ്പളം കൊടുക്കാതെ, സാധനങ്ങൾ ബൾക്കായി വാങ്ങിച്ചു വെക്കാതെ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു. 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആക്കി ഇതിനെ കൊണ്ടുപോകാൻ പറ്റുവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം, നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന ടി വിയിലൂടെ പരസ്യങ്ങൾ കാണുന്ന ആ പ്രൊഡക്റ്റ് ഒന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ, പല്ല് തേക്കുന്ന പേസ്റ്റും, കുളിക്കുന്ന സോപ്പും, പാത്രം കഴുകുന്ന സാധനം, തുണി കഴുകുന്ന സാധനം, തറ തുറക്കുന്ന സാധനം, ചായപ്പൊടി, കോഫി പൊടി, കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണയെക്കാളും ലാഭം. ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് 1 ലിറ്ററിന് 435 രൂപ, 2 ലിറ്റർ വാങ്ങിക്കുമ്പോൾ 870 രൂപ കൊടുക്കണം. നമ്മുടെ കമ്പനിയിലെ തവിടെണ്ണയാണ്. ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്ത തവിടെണ്ണ 2 ലിറ്ററിന് 540 രൂപയുള്ളൂ. വെളിച്ചെണ്ണ 2 ലിറ്റർ വാങ്ങിക്കുന്നത് 870 രൂപ കൊടുക്കണം. നമ്മുടെ തവിടെണ്ണ ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല. കൊളസ്ട്രോൾ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മറ്റുള്ള ഹെൽത്ത് പ്രോബ്ലംസ് മാറ്റാൻ സാധിക്കും. വെളിച്ചെണ്ണേൻ്റെ അത്രയും ഉപയോഗം വേണ്ട, ഇതിൽ കുറച്ച് ഉപയോഗിച്ചാൽ മാത്രം മതി. ആ ഒരു ഇത്രയും ചെലവ് ചുരുക്കിക്കൊണ്ട് നമുക്ക് കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ കൂടിയൊരു അവസരം ലഭിക്കാം. ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ച്, നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ അതിൽ കിട്ടുന്ന ക്വാളിറ്റി, ആ റിസൾട്ട് നിങ്ങളുടെ അറിയാവുന്ന ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ബന്ധക്കാരോടോ തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരോടോ നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ സന്തോഷം മാത്രം ഷെയർ ചെയ്താൽ മതി. പ്രൊഡക്റ്റ് വിൽപ്പന ചെയ്യേണ്ട. നിങ്ങൾ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ഷെയർ ചെയ്താൽ മതി, പ്രൊഡക്റ്റ് വിൽപ്പന ചെയ്യേണ്ട. ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയത്തിലുണ്ടെങ്കിൽ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഈ സൂമിലേക്ക് കണക്റ്റ് ആക്കുക. അല്ലെങ്കിൽ നാട്ടിൽ ഓൺലൈൻ ഫിസിക്കലായിട്ട് ഇതിൻ്റെ ട്രെയിനിങ്സ് എല്ലാ ജില്ലകളിലും അവൈലബിൾ ആണ്. അവിടെ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും, അവിടെ അറ്റൻഡ് ചെയ്യിപ്പിക്കുക. അവരൊരു വരുമാനം ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ പരിചയമുള്ള ആൾക്കാർ നല്ല ക്വാളിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരെ ഒരു കസ്റ്റമറായിട്ട് കൂടെ നിർത്തുക. നമുക്ക് 2 രീതിയിലും അതിനെ ഡെവലപ്പ് ആക്കാൻ പറ്റും. കസ്റ്റമറായി കൂടെ നിർത്തുമ്പോൾ MRP റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിതിനെ ബിസിനസ്സിൽ വരുമാനം ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ ഇതിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജീവിതകാലം മുഴുവനും നമ്മളെ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ പോലും നമ്മളെ കുടുംബത്തിലേക്ക് വരുമാനം വരാൻ പറ്റുന്ന ഒരു ബിസിനസ്സാക്കി ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നിങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പിനെ ഒന്ന് മാറ്റുക, ഒരു റെഗുലർ കസ്റ്റമറായി മാറുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബിസിനസ് സിസ്റ്റം എങ്ങനെയാണ്, ഇതെങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അതൊന്ന് പഠിക്കുക. ഒരു 2-3 വർഷം ഒരു ബിസിനസ് കോഴ്സായിട്ട്, ഒരു പ്രൊജക്റ്റായിട്ട് ഇതിനെ കണ്ടുകൊണ്ട്, ഇതിനെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട്, പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുവാണെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും ഈ ബിസിനസ്സിലൂടെ. ഞാൻ ഇന്ന് 4 വർഷമായി ദുബായിൽ ഇരുന്നുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്നത്. അടുത്ത വർഷം നാട്ടിലേക്ക് വരുവാണ്. ഞാൻ ഓൾറെഡി 10 വർഷത്തെ പ്രൊജക്റ്റായിട്ട് ഇതിനെ കണ്ടിരിക്കുന്നത്. എൻ്റെ ലക്ഷ്യം ഒരു മാസത്തെ വരുമാനം 10 ലക്ഷം രൂപയാണ്. അത് ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും എനിക്ക് ലീഡർമാരുണ്ട്. എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ലീഡേഴ്സുണ്ട് എല്ലാ ജില്ലകളിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനം, നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനും അതിലൂടെ നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കാനും അതിലൂടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു വരുമാനം വരാനും നിങ്ങളുടെ 3 ജനറേഷനെ സേഫാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആരാണോ ഈ സൂം ലിങ്ക് അയച്ചത് ആ വ്യക്തിയെ കോൺടാക്ട് ചെയ്യുക. ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങളുടെ മൊബൈലിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. യാതൊരു പൈസയും കൊടുക്കേണ്ട. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വെസ്റ്റേജിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിനകത്ത് കമ്പനി ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഐഡിയും പാസ്വേഡും അയച്ചു തരുന്നുണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി അതാക്കി തരുന്നുണ്ടാവും. അതിനുശേഷം കാറ്റലോഗ് അവർ അയച്ചു തരുന്നുണ്ടാവും. ആപ്ലിക്കേഷൻ്റെ അകത്ത് പ്രൊഡക്റ്റ് കാണാൻ സാധിക്കും. ആവശ്യമുള്ള സാധനം സെലക്ട് ചെയ്തിട്ട് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. കൊറിയർ വഴി വീട്ടിലെത്തും. ഇനി അഥവാ നിങ്ങളുടെ വീട്ടിനടുത്ത് ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ ലീഡർമാർ പറഞ്ഞുതരും. ആ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യും. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് സെയിമാണ്. അടുത്തത്, ഇതൊരു ഡിസ്ട്രിബ്യൂട്ടറായി മാറിക്കഴിഞ്ഞാൽ 5000 കോടി ടേൺ ഓവറുള്ള 450-ൽ പരം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഇന്ത്യൻ കമ്പനി 21 വർഷമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് 100% നാച്ചുറൽ പ്രൊഡക്റ്റാണ്, ഓർഗാനിക് പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമറായി മാറും. അതിൻ്റെ വില നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് ഒരു നല്ല ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന വില എന്താണോ, ഒരു നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നത് അതിൻ്റെ 1/3 ഭാഗം പ്രൈസ് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കുന്ന നല്ല ക്വാളിറ്റിയിലെ ഉൽപ്പന്നത്തിൻ്റെ വില എന്താണോ ആ പൈസക്ക് 3 എണ്ണം ഇതിനകത്ത് വാങ്ങിക്കാൻ പറ്റും. അത്രക്കും നോർമൽ വിലയുള്ളൂ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ടോപ്പ് ബ്രാൻഡ് പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങൾ ഏതാണോ
അതിനേക്കാളും ബെറ്റർ ക്വാളിറ്റി, അതിനേക്കാളും റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റാണ്. പിന്നെ നിങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിച്ചതിന് ശേഷം അത് പൊട്ടിക്കുക, ഉപയോഗിക്കുക, 2-3 പ്രാവശ്യം ഉപയോഗിക്കുക, 30% യൂസ് ചെയ്യുക, 1 മാസം കയ്യിൽ വെച്ചോ. എപ്പോഴെങ്കിലും നിങ്ങൾ കൊടുത്ത പൈസക്ക് ഒരു നഷ്ടമായി തോന്നിക്കഴിഞ്ഞാൽ, ക്വാളിറ്റി ഇല്ല എന്ന് സത്യസന്ധമായിട്ട് പറയണം, വെറുതെ പറയാനല്ല, സത്യസന്ധമായിട്ട് നിങ്ങൾ കൊടുത്ത പൈസ നഷ്ടമായി തോന്നുവാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പൈസ തിരിച്ചു തരാൻ കമ്പനി റെഡിയാണ്. അത് ചെക്ക് ചെയ്തതിന് ശേഷം പൈസ കമ്പനി തിരിച്ചു ചെയ്യുന്നുണ്ടോ. കാരണം 21 വർഷം ഒരാൾ പോലും വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് മോശമാണെന്ന് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്രക്കും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു കമ്പനി ഇത്രയും ഗ്യാരൻറ്റിയോട് പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചെടുക്കാൻ കമ്പനി റെഡിയാണെന്നുള്ളത്. അതൊരാൾക്കും ഒരു കമ്പനിക്കും ഒരു സിനിമാ താരങ്ങൾക്കും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. ഇവിടെ നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. 80 വയസ്സിലും 90 വയസ്സിലും നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാനും ആ സമയത്തും അസുഖമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാനും സാധിക്കുന്നുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യം കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് സമയമുണ്ട്. പുതിയതായി വന്നിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഞാൻ പറഞ്ഞ കാര്യം ഓക്കെയാണ്, ഇതിലൂടെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ലീഡേഴ്സ് നോട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിക്ക് ഒരു ഹായ് കൊടുക്കുക, ഒരു ID രജിസ്ട്രേഷൻ ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക, ബിസിനസ് പഠിക്കും. കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമെന്നുള്ള ആൾക്കാർക്ക് അൺമ്യൂട്ടാക്കി ചോദിക്കും. മനോജ് ഭായ്, അതുപോലെ സാംസങ് മൊബൈൽ ഒരാളുണ്ട്, മോഹനൻ ചേട്ടൻ പുതിയതാണെങ്കിൽ അൺമ്യൂട്ടാക്കാം. ജോഷി ഭായ് പുതിയതാണ്, അൺമ്യൂട്ടാക്കിക്കോളൂ. അബ്ദുൾ അസീസ് പുതിയതാണ്, അൺമ്യൂട്ടാക്കാം. സംശയങ്ങൾ ചോദിക്കാം. ഫസീല അൺമ്യൂട്ടാക്കിക്കോളൂ. ആർക്ക് വേണമെങ്കിലും 1-2 ആൾക്കാർ നിങ്ങൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വ്യക്തമാക്കി തരാം. മൗസിന സിനി അൺമ്യൂട്ടാക്കാവോ? മൗസിന ആരെങ്കിലും 1-2 ആൾക്കാർ നിങ്ങളുടെ ഡൗട്ടുകൾ കേൾക്കും. അൻവർ ഭായ്, മൗസിന ക്ലിയർ ആണോ? പറയൂ മൗസിന. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ല, പറയൂ. ഡൗട്ട് ചോദിച്ചാൽ നമ്മളിത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരുമോ ഈ പ്രൊഡക്റ്റ്? നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ ആരും വാങ്ങിക്കില്ല. നിങ്ങൾ ആദ്യം നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കാനേ വേണ്ടു. നമ്മൾ ആവശ്യത്തിന് വാങ്ങിച്ച് ഉപയോഗിക്കാം. മോസിനെ പോയിട്ട് പെട്ടെന്ന് ഒരാളോട് പറഞ്ഞ ഈ സാധനം ആളുകൾ വാങ്ങിക്കില്ല. നിങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ ഓട്ടോമാറ്റിക് പറഞ്ഞു പോകും കേട്ടോ. നമ്മളെ പരിചയമുള്ള ആൾക്കാർക്ക് മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ നല്ല റിസൾട്ടാണ്, പല്ലുവേദന ഉണ്ടെങ്കിൽ നമ്മുടെ പേസ്റ്റ് നല്ല റിസൾട്ടാണ്. എല്ലാ പ്രൊഡക്റ്റും റിസൾട്ട് ഓറിയൻറ്റഡ് പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ പരിചയമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുമ്പോൾ കസ്റ്റമറായിട്ട് വരുന്നുണ്ടാവും. പിന്നെ ആർക്കെങ്കിലും വരുമാനം ആവശ്യമുണ്ടെങ്കിൽ, മോസിൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒരു വരുമാനം വേണമെങ്കിൽ അവരെ ഇവിടത്തേക്ക് ഈ ഒരു സൂമിലേക്ക് കണക്ട് ആക്കും. ഇവിടെ എത്തിച്ചാൽ മതി, ബാക്കി നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ സുഷിത മാഡം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി അറിയാൻ വന്നിരിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ വന്ന് ഇത് കേട്ടപ്പോൾ ചെറുതായിട്ട് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം മോസിന? കണ്ടിന്യൂ ഇതിൽ ഓരോ സെഷൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിനുശേഷം അത്യാവശ്യം വീട്ടിലേക്ക് ഇപ്രാവശ്യം ഉപയോഗിക്കുന്ന സാധനം മറ്റുള്ള കടയിൽ പോയി വാങ്ങിക്കാതെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ കസ്റ്റമറായി മാറും. പിന്നെ പതുക്കെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ മോസിന? ഇല്ല, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. വീട്ടമ്മയാണോ? അതെ, ചെയ്തിരുന്നു. ഇപ്പൊ മലപ്പുറത്ത് എവിടെ? പെരിന്തൽമണ്ണക്ക് അടുത്താ. പെരിന്തൽമണ്ണയിൽ ഇതിന്റെ ഷോപ്പ് ഉണ്ട്. നമ്മളെ ഈ ടീമിൽ, നമ്മളെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആയിഷ താത്തയുണ്ട്. ആയിഷ താത്തന്റെ ഷോപ്പാണ്. ആയിഷ താത്ത ഈ ബിസിനസ്സിലൂടെ 5 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ആളാണ് കേട്ടോ. നല്ല പ്രായമുള്ള ആളാണ്. മൂന്ന് വാഹനം, 25 ലക്ഷം രൂപ 3 വാഹനം ഈ ബിസിനസ്സിലൂടെ വാങ്ങിച്ച് 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന വീട്ടമ്മ, ഒരു ബിസിനസ് ഓൺട്രപ്രണറാണ് ആയിഷ താത്ത. പെരിന്തൽമണ്ണ വീട് കേട്ടോ. ആ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഇവരൊക്കെ കാണാൻ സാധിക്കും. ആയിഷ താത്ത സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ടീമിലാന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് തരും. സീരിയസ് ആയിട്ട് എടുക്കട്ടോ. ആ ഭാഗത്തുള്ള ഒരുപാട് വീട്ടമ്മമാർ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് ഇന്ന് തന്നെ ഒരു സുഷിത മാഡത്തിനോട് പറഞ്ഞ ഒരു ഐഡിയ എടുക്കുക. സുഷിത മാഡം അടിപൊളി ലീഡറാണ്, സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കുക. സുഷിത മാഡം എനിക്ക് ബിസിനസ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാനും കൂടെ മാഡത്തിന്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കൂടെ നിർത്തി സപ്പോർട്ട് ചെയ്ത് തരും. മനോജ് ഭായ് ക്ലിയർ ആണോ? മനോജ് ഭായിക്ക് അവർ സാംസങ് മൊബൈൽ ഉണ്ട്, ജോഷി ഉണ്ട്, അൻവർ ഉണ്ട്.
ഇനി ആരൊക്കെ സംശയം ചോദിക്കൂ. അൻവർ കേൾക്കാവോ? ഷാഹിന സാബ് പറഞ്ഞോ. CME മൊബൈൽ ആരാ ഉള്ളത്? അന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തൂ. സിയോമിനെ കാണുന്നുള്ളൂ, ആളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹലോ, എന്താ മാഡത്തിന്റെ പേര്? റാഷി. ആരാണ് ഇൻവൈറ്റ് ചെയ്തത്? വെയിറ്റ് ചെയ്ത് അത് നോക്കിയിട്ടില്ല. റാഷി എന്നാണോ പേര്? യെസ്. വാട്സപ്പിലാണ് ഇൻവൈറ്റ് ചെയ്തത്. ആ പേര് പറഞ്ഞാൽ നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റും. ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് വാട്സപ്പിലുള്ള മെസ്സേജ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിൽ ഹായ് കൊടുത്ത് അവർ തിരിച്ച് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? നമ്മളിപ്പോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നമ്മക്ക് എങ്ങനെയാ വരുമാനം കിട്ടുക? നമ്മൾ സാധാരണ ഇത്രയും കാലം റാഷിന്റെ വീട്ടിലേക്ക് സാധനം കടയിൽ നിന്ന് വാങ്ങിക്കാറില്ലേ? യെസ്. അന്നേരം വരുമാനം ആർക്കാ പോയിക്കൊണ്ടിരുന്നത്? കച്ചവടക്കാർക്കും സിനിമാക്കാർക്കല്ലേ? അല്ലേ? നമ്മൾ ഇത്രയും കാലം വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുമ്പോൾ കച്ചവടക്കാർക്കും സിനിമാക്കാർക്കും TV-കാർക്കും പൈസ പോയെങ്കിൽ ഈ ബിസിനസ്സിൽ ഈ നമ്മുടെ കമ്പനിയിൽ അവരൊന്നും ഇല്ല. അവർക്ക് കൊടുക്കുന്ന പൈസ നമുക്ക് വരുമാനമായി തരും. നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന്റെ ചെറിയൊരു കമ്മീഷൻ നമുക്ക് വരും, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും, ചെറിയ ചെറിയ ലാഭങ്ങൾ അവിടെ വരുന്നുണ്ടാവും. നമ്മളിലൂടെ മറ്റുള്ളവർ ഈ കമ്പനിയെ മനസ്സിലാക്കുമ്പോൾ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി, ഒരു വ്യക്തി വഴിയാണ് വേറെ വ്യക്തി അറിയാം. അപ്പോൾ നമ്മളിലൂടെ എത്ര ആൾക്കാർ ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടോ, അവിടെ എത്ര ബിസിനസ് കമ്പനിക്ക് പോകുന്നുണ്ടോ ആ ലാഭങ്ങൾ നമ്മൾക്ക് ഡിവൈഡ് ചെയ്ത് കമ്പനി തരും. നമ്മൾക്കും നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബിസിനസ് ടേൺ ഓവർ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സാധാരണ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പോലെ ഞാൻ ഈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി വിട്ടിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജോലി ചെയ്യുന്ന അതേപോലെയാണ് ഞാൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ഈ ബിസിനസ് പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ മലേഷ്യയിലെ ആൾക്കാർ, സൗദിയിലെ ആൾക്കാർ, പല സ്ഥലത്തുള്ള ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്, ഈ സൂമിനകത്തുണ്ട്. എല്ലാവരും അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം സഹായിക്കാൻ വേണ്ടി നമ്മളെല്ലാ ലീഡർമാരും സംസാരിക്കുന്നുണ്ടാവും, പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ടാവും. ഇപ്പം റാഷിയുടെ ടീമിലേക്ക് റാഷി ആരെങ്കിലും ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടീം വലുതാക്കുന്ന സമയത്ത്, നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ എത്തിച്ചാൽ മതി. നമ്മൾ പറഞ്ഞോളൂ, നിങ്ങളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾ പഠിക്കുക, തൽക്കാലം പഠിച്ച് മനസ്സിലാക്കി കോൺഫിഡൻ്റ് ആയ ശേഷം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ ചെയ്താൽ മതി. ഇന്ന് നേരത്തെ ശ്രീജ മാഡം ഈ ബിസിനസ് പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു വർഷമായി ബിസിനസ് പഠിച്ചു. ഇന്ന് ഒറ്റയ്ക്ക് അവർ ചെയ്തു പ്രസൻറ്റേഷൻ. അവർക്ക് ഇനി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ സംസാരിച്ച ഭീമ മാഡം 3.5 വർഷമായി കാർ ഫണ്ട് അച്ചീവറാണ്, വീട്ടമ്മയാണ്. വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കി നല്ല വരുമാനം വാങ്ങിക്കുന്ന വീട്ടമ്മയാണ്. നിങ്ങളെപ്പോലെ തന്നെ 3.5 വർഷം മുന്നേ എന്നോടൊപ്പം ജോയിൻ ചെയ്തു. അന്ന് 8 മാസം പ്രായമായ കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ടാണ് ഈ പ്രസൻറ്റേഷൻ കേട്ടത്. ഇന്ന് അംഗനവാടിയിൽ പോയി തുടങ്ങിയ കുഞ്ഞ് വരുമാനം, നല്ല വരുമാനമായി. ഈ ഡിസംബർ മാസം ആകുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ കൊടുത്ത് വരുമാനം വാങ്ങിക്കുമ്പോൾ വീട്ടമ്മയാണ് സംസാരിച്ചത്. വീട്ടിലിരുന്ന് മക്കളെ നോക്കി അടുക്കളപ്പണി, അലക്കും, തുണി കഴുകലും എല്ലാ കാര്യവും കഴിഞ്ഞ് അത്രയും വരുമാനം വാങ്ങിക്കുന്ന എന്തെങ്കിലും ജോലി നമ്മുടെ നാട്ടിലുണ്ടോ റാഷി? നമ്മുടെ വീട്ടിലെല്ലാ പണിയും ചെയ്തിട്ട് അത്യാവശ്യം കല്യാണത്തിന് പോവാം, ഹോസ്പിറ്റലിൽ പോവാം, എല്ലാ സ്ഥലത്തും പോവാം, എന്നിട്ടും നമുക്ക് ഇത്രയും വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ജോബ് നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്നാലോചിച്ചു. സ്വന്തം വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട്. ഇന്നലെ ഞായറാഴ്ചയാണ്, ഇന്നലെ ഭീമ കറങ്ങാൻ പോയി. എവിടെ പോകണമെങ്കിൽ എല്ലാ സ്ഥലത്തും പോവുകയും ചെയ്യും. ബിസിനസ് റണ്ണിങ്ങാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്കിന്ന് അത്യാവശ്യം എൻ്റെ വിസയുടെ ആവശ്യത്തിന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പുറത്ത് പോകുമ്പോൾ മെസ്സേജ് പോയി, ഞാൻ ഇന്നുണ്ടാവില്ല, ആരെങ്കിലും ഹാൻഡിൽ ചെയ്തേക്കണം പറഞ്ഞു. അപ്പോൾ ഭീമയും ശ്രീജിയും ഹാൻഡിൽ ചെയ്തു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റി. ഞാനിപ്പോൾ കയറി. ഇതാണ് ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത. നമ്മളില്ലെങ്കിലും ബിസിനസ് ഓടിക്കൊണ്ടിരിക്കും. മലേഷ്യ ഇരുന്നുകൊണ്ട് ഷാഫി സാർ ഓഫീസ് ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ബിസിനസ് ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഷൗക്കത്ത് അലി സൗദി അറേബ്യയിലെ ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലുള്ള പല സജിനി മാഡം സിംഗപ്പൂർ ടീച്ചറാണ്, അവിടെ ഇരുന്നുള്ള ബിസിനസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ബിസിനസ് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇന്ന് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ റെഡിയാണെങ്കിൽ നമ്മൾ റെഡിയാണ്. മനോജ് ഭായി ചോദിച്ചോളൂ. നമുക്കിത് വ്യക്തമാണ്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചോണ്ട് മാത്രം വരുമാനം എങ്ങനെ അതോട് വ്യക്തത വരുത്താൻ പറ്റും? നമ്മളങ്ങനെ വേറെ ആൾക്കാരെ ഞാനിപ്പോഴും പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് അതിന്റെ എക്സൈറ്റ്മെന്റ്, അതിന്റെ ക്വാളിറ്റി എനിക്ക് അറിയാവുന്ന കുറച്ച് വ്യക്തികൾക്ക്, 6 വ്യക്തികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ കസ്റ്റമറായി. അവരിലൂടെയാണ് ഈ കാണുന്ന 5400 പേരുള്ളത്. മൗത്ത് ടു മൗത്ത് നമ്മള് മറ്റുള്ളവർക്ക് പബ്ലിസിറ്റി നമുക്ക് മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. മനോജ് ഭായി സാധാരണ ചെയ്യുന്ന സെയിം കാര്യം. നിങ്ങൾ സാധാരണ ഇങ്ങനത്തെ പബ്ലിസിറ്റി കൊടുക്കാറില്ലേ? ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നല്ല സിനിമ പറയും, അല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണം ഒരു ഹോട്ടലിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ അത് പറയും. ഇപ്പൊ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. മനോജ് ഭായിന്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ടാവില്ല, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ സദ്യ ഉണ്ടാക്കാൻ ആൾക്കാർ വരും അല്ലേ? നല്ലൊരു സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ
നമ്മുടെ വീട്ടിലൊരു കല്യാണം വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കില്ല മനോജ് ഭായിൻ്റെ വീട്ടിൽ ആരാ സദ്യ ഉണ്ടാക്കി, നല്ല സദ്യയായിരുന്നു ചോദിക്കുമോ? അപ്പോൾ നമ്മൾ അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ഒരു വ്യക്തി അറിയുന്നത്. ശരിയല്ലേ? ആണോ? അല്ലേ? ഇന്നത്തെ എന്തൊക്കെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. അത് പറയും, അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു. ഈ ഒരു ദിവസം കൊണ്ട് എനിക്ക് ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ കുറേ പ്രൊഡക്റ്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസ്യൂമർ പ്രൊഡക്റ്റ് എല്ലാം ഉണ്ട്, FMCG പ്രൊഡക്റ്റ് എല്ലാം ഉണ്ട്, ഗ്രോസറി ഇല്ല, അരി പയറുവർഗ്ഗങ്ങളില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൺ ആയിക്കുമ്പോൾ അതിനകത്ത് വരും, കാറ്റലോഗ് അയച്ചു തരുന്നുണ്ടാവും. ഇതിൻ്റെ രീതികൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾ പഠിപ്പിച്ചിരും. ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടത് വീട്ടിലേക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്ന സാധനം വാങ്ങിച്ച് ഉപയോഗിക്കും. ബാക്കിയൊക്കെ നമ്മൾ ടീം വർക്കാണ്. മനോജ് ഭായി ഇൻവൈറ്റ് ചെയ്ത പേര് ഷാഫിയാണ്. അദ്ദേഹം മലേഷ്യയിൽ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരിക്കണേ. അദ്ദേഹം കൂടെ ഒന്ന് സപ്പോർട്ട്, അദ്ദേഹം പറയാം ഞാനും കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പോൾ ചെയ്തു കേട്ടോ. നാട്ടിലെവിടെ സ്ഥലം? ഞാൻ പാലക്കാട്, ആലത്തൂർ. പാലക്കാട് ടൗണിൽ KSRTC സ്റ്റാൻഡ് കഴിഞ്ഞ വലിയ ഷോപ്പുണ്ട്. ആലത്തൂർ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ ബിസിനസ് കുറവാണ്, അതുകൊണ്ട് അത് ഷോപ്പ് ക്ലോസ് ആക്കി പാലക്കാടേക്ക് മാറ്റി. ഇതെങ്ങനെ ഷോപ്പ് എങ്ങനെ ഇടാൻ പറ്റും? ഷോപ്പ് ഇടാൻ പറ്റും, ലാഭം ഉണ്ടാവില്ല മനോജ്. അതുകൊണ്ടാണ് ആലത്തൂരിൽ അവർ പൂട്ടിയത്. കാരണം ഷോപ്പിന്റെ ഒക്കെ വാടക എന്ന് വെച്ചാൽ 15,000-20,000 രൂപയ്ക്ക് മാസ വാടക കൊടുക്കുന്ന ഷോപ്പിനൊക്കെ അത് ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ്. നമുക്കിപ്പോ ഉദാഹരണത്തിന് ഷോപ്പ് ഉണ്ടെന്ന് കരുതുക, നമ്മുടെ സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടെന്ന് കരുതുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദിക്കുന്നു. വാടക കൊടുക്കാതെ ഷോപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലാഭമാണ്. ചെറിയൊരു വാടക കിട്ടണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണെന്ന് അറിയുന്നത് കൊണ്ടുപോകാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ഒരു ബിസിനസ് ഉള്ള സ്ഥലത്താണ് ഈ ബിസിനസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ആ ഏരിയയിൽ വെസ്റ്റേജ് കമ്പനിയിൽ ബിസിനസ് ചെയ്യുന്ന ആരും ഇല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മനോജ് ഭായിക്ക് ഒരു ഷോപ്പ് ഇടാൻ പറ്റുമെങ്കിൽ ബെസ്റ്റാണ്. കാരണം കാസർഗോഡ് ഇഷ്ടംപോലെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ ഷോപ്പില്ല. ആലപ്പുഴ ജില്ലയിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ഷോപ്പില്ല. അവിടേക്ക് ഇടുവാണെങ്കിൽ ബിസിനസ് ഉറപ്പായി കിട്ടും. മലപ്പുറം ജില്ലയിൽ എവിടെ ഇട്ടാലും ബിസിനസ് കിട്ടും. കാരണം മലപ്പുറം ജില്ലയിൽ 12 ഷോപ്പുണ്ട്, എവിടെ ഇട്ടാലും ബിസിനസ് കിട്ടും. പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ഇടുവാണെങ്കിൽ ബിസിനസ് കിട്ടും. കാരണം ആലത്തൂർ ഓൾറെഡി ഷോപ്പ് ഉണ്ടായിരുന്നു, കച്ചവടം കുറഞ്ഞ് നിർത്തിയതാണ്. കാരണം അവർക്ക് വാടക തികയാതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അവിടെ ഇഷ്ടമായി ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, സാധനം വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും. പക്ഷെ അതിനേക്കാളും ലാഭം ഇവിടെയാണ് കേട്ടോ. നമ്മളെ ഷോപ്പ് ഇടാതെ നമ്മുടെ ഷോപ്പിന് പോയി കഴിഞ്ഞാൽ അതിന്റെ പുറകെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കണം, ബില്ല് അടിച്ചു കൊടുക്കണം. നമുക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ആലത്തൂർ ഭാഗത്ത് മനോജ് ഭായിക്ക് കുറച്ച് ബിസിനസ് സ്റ്റാർട്ട് ആയിട്ടാകുമ്പോൾ ഷോപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പം. അവിടെ ഫിസിക്കൽ മീറ്റുകൾ നടക്കാനും ലീഡർമാർ വന്ന് ട്രെയിനിങ് നടത്താനും എല്ലാ സപ്പോർട്ടും കിട്ടും. നമ്മുടെ സ്വന്തം ഷോപ്പിൽ ബിസിനസ് ഈസിയായി ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നഷ്ടം. ടൗണിലൊന്നും നമുക്ക് വാടകയ്ക്ക് നല്ല വാടകയാണ്. കാരണം ഡെയിലി 1000 രൂപ അടക്കം വാടകയുണ്ടാവും. ഈ നമ്മുടെ ആലത്തൂരിലെ ചേച്ചി പ്രമിള ചേച്ചിയാണ് തുടങ്ങിയത്. പക്ഷെ അവർ പറഞ്ഞ് വാടക തികി മുതലാവിൻ്റെ സാറേ 15,000 20,000 രൂപ വാടക കൊടുത്തിട്ട് കിട്ടുന്നതാകെ 40,000 30,000 രൂപയാണ്. അപ്പോൾ ആ വാടകയും അതിൻ്റെ മെയിൻ്റനൻസും എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് അവിടെ വന്നിരിക്കുന്ന ആൾക്ക് ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കിയില്ല, വെറുതെ ടെൻഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ പൂട്ടിയത്. കാരണം ഓൺലൈൻ ത്രൂ ആണ് എല്ലാവരും പർച്ചേസ് ചെയ്യുക. ആലത്തൂർ എന്ന് പറഞ്ഞാൽ അതിന് ദൂരോട്ടുള്ള ആൾക്കാർ വരില്ല, കാരണം വണ്ടിക്കൂലി കൊടുത്ത് വരണ്ടേ. ഓൺലൈനിൽ നമുക്ക് കമ്പനി ഡെലിവറി ഉണ്ട്, അപ്പോൾ പിന്നെ ആളൊന്നും വാങ്ങിച്ചാൽ പോരെ, പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷോപ്പുകാർക്ക് അടുത്തുള്ള ആൾക്കാർ മാത്രമേ വന്ന് വാങ്ങിക്കുള്ളൂ. അതുകൊണ്ടാണ് ഷോപ്പ് അധികം ആൾക്കാർ അതിന് പുറകെ പോകാതെ. പക്ഷെ പല ആൾക്കാരും വീട്ടിൽ ചെയ്യുന്നുണ്ട്, സ്വന്തം വീട്ടിൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കമ്മീഷൻ കുറവാണ്. അപ്പോൾ വീട്ടിലാകുമ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ബിസിനസ്സൊക്കെ നടക്കുവാണെങ്കിൽ 10-20,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. ആർക്കും വാടക കൊടുക്കണ്ട, നമുക്ക് സ്വന്തം. ഇപ്പം നമ്മുടെ ടീമിൽ പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ വീട്ടിലൊരു ഷോപ്പ് ഓപ്പൺ ആക്കി കൊടുക്കും, വീട്ടിനകത്ത് തന്നെ സെൻട്രൽ ആളൊരു ഷോപ്പ് സെറ്റാക്കി കൊടുക്കും, വൈഫ് ബില്ലടിച്ച് കൊടുക്കും. ആരെങ്കിലും വരുമ്പോൾ സാധനം എടുത്ത് കൊടുക്കുക, വൈകുന്നേരം ഒരുമിച്ച് ഒറ്റ ബില്ലടിച്ചാൽ. അപ്പോൾ അതിനകത്താകുമ്പോൾ 10-20,000 രൂപ ഉണ്ടാക്കും. വൈഫ് വീട്ടിലിരുന്നുള്ള 10-20,000 രൂപ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം വേറെ ഒന്നും ചെയ്യണ്ട, ബില്ലടിച്ചു കൊടുത്താൽ മാത്രം മതി. എല്ലാം ഒരുമിച്ച് കറക്റ്റാക്കി വെക്കുക, വൈകുന്നേരം ഒറ്റയടിക്ക് ബില്ലടിച്ച് എല്ലാ ബില്ലും ഒരുമിച്ച് അടിക്കും. അപ്പോൾ നമ്മൾ എത്ര ഒരു 45,000 രൂപയുടെ ബില്ല് ഒരു അടിക്കാൻ പറ്റും. അങ്ങനെ അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിന്റെ പെർസെന്റേജ് നമുക്കും വരും. നമ്മളൊരു വ്യക്തി റെഫർ ചെയ്യുന്ന സമയത്ത് അവർ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന്റെ 5% ആയിരിക്കും അവർക്ക് പോവുക. നമ്മൾ ഏതാണോ പെർസെന്റേജ് ഉള്ള അതിന്റെ ബാലൻസ് നമുക്ക് ഇരിക്കും. മനോജ് ഭായ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5%-ആയിരിക്കും, കുറച്ച് കഴിയുമ്പം 8% ആവും, പിന്നെ 12% ആവും, പിന്നെ 14%. അതിങ്ങനെ നമ്മൾ പഠിപ്പിച്ചത് ഇപ്പോഴല്ല അത് പറഞ്ഞു തരും, അടുത്ത ക്ലാസ്സിലൊക്കെ അത് പറഞ്ഞു തരും. അത് നമ്മളെ പെർസെന്റേജ് കൂടുന്ന സമയത്ത് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്ന വ്യക്തി, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 16% ഉള്ള വ്യക്തിയാണ്. മാക്സിമം കമ്മീഷൻ ലെവൽ 16%. ഞാൻ ഇന്ന് എൻ്റെ നേരിട്ടാണ് മനോജ് ഭായ് വരുന്നെങ്കിൽ മനോജ് ഭായ് ഇതിൽ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5%, എനിക്ക് 11% കിട്ടും. പക്ഷേ ഇപ്പോൾ ഷാഫി സാറാണ് താങ്കൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഷാഫി സാറും 14%.
അങ്ങനെ ഓരോ വ്യക്തിക്കും അവരുടെ പെർസെൻറ്റേജ് അനുസരിച്ച് കിട്ടും. നിങ്ങൾ നേരിട്ടാണെങ്കിൽ ബാലൻസ് അവർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 8% ആയ വ്യക്തി നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് 3% കിട്ടും. 12% വ്യക്തിയാണ് നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചെങ്കിൽ അവർക്ക് 7% കിട്ടും. അവർ പെർസെൻറ്റേജ് നമ്മളിലേക്ക് വരും. പക്ഷെ അതൊക്കെ ചെറിയ പ്രോഫിറ്റാണ്. അതല്ല ഇതിനകത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ബിസിനസ്സാണ്. ഇത് ലീഡർഷിപ്പ് ക്രിയേഷൻ ചെയ്യുന്ന സമയത്താണ് ബിസിനസ് വലുതാവുക. ഞാനത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഈ ബിസിനസ് വന്നിട്ട് 4 വർഷമായി. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തി ദുബായിലൊരു എഞ്ചിനീയറാണ്. ആ എഞ്ചിനീയറിൻ്റെ താഴെ ഏകദേശം 3000 ആൾക്കാരുണ്ട്. അദ്ദേഹം ഇപ്പോഴും ദുബായിൽ ഓഫീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം ഈ പ്ലാറ്റ്ഫോമിൽ പോലും ഇല്ല. വൈകുന്നേരം 9 മണിയുടെ മീറ്റിംഗ് മാത്രമേ അദ്ദേഹം കയറുള്ളൂ. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് 50,000 രൂപ എല്ലാ മാസവും വരുമാനം വാങ്ങിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും 50,000 അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം 50,000 രൂപ നാട്ടിലേക്ക് അയക്കാറില്ല. കാരണം ഫാമിലിയോടൊപ്പം ദുബായി നിൽക്കുന്നുണ്ട്, ചിലവിടെ തന്നെയാണ്. എല്ലാ മാസവും ദുബായിൽ ജോലി ചെയ്യുന്ന ആ എഞ്ചിനീയർ അക്കൗണ്ടിലേക്ക് 50,000 രൂപ വെസ്റ്റേജിൽ പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ടീമാണ് ഭീമ മാഡം. ഭീമ മാഡത്തിൻ്റെ 6 ടീമിൽ ഒരു ടീമാണ് ഷാഫി സാർ. ഷാഫി സാറിന് ഇതുപോലത്തെ ഒരുപാട് 6 ടീമുണ്ട്. ഇങ്ങനെ ഈ ഒരു ടീമിൽ അവരവരുടെ വരുമാനത്തോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇവരെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോണിറ്റർ ചെയ്യുന്ന ലീഡർ മാത്രമാണ്. ഇവരെ ഇതുപോലെ ഒരു മണിക്കൂർ സെഷനിനകത്ത് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ മാത്രമേ ഞാൻ പോകേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് ഇതുപോലെ 7-8 ടീമുണ്ട്. ഈ 7-8 ടീമിൽ ഇതുപോലെ ഒരുപാട് ലീഡർമാരുണ്ട്. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരാളെ കിട്ടാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. ചങ്ങായിമാരോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആര് പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും എൻ്റെ ഒരു പരിചയക്കാരൻ വന്നിട്ടില്ല. അവസാനം വൈഫിൻ്റെ മൊബൈൽ എടുത്തിട്ട് അവൾ കാണാതെ, അവൾ അടുക്കള പണിയെടുക്കുന്ന സമയത്ത് അവർ മൊബൈൽ എടുത്ത് അവൾ മൊബൈൽ നമ്പർ കുറേ ലേഡീസിൻ്റെ നമ്പർ അടിച്ചു മാറ്റിയിട്ടാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഇന്നിപ്പം 5390 പേര് എൻ്റെ ടീമിലുണ്ട്. അതിൽ 6 പേരെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. മനസ്സിലായില്ലേ? ആ 6 പേരിലൂടെ 13 രാജ്യത്ത് ബിസിനസ്സായി. ഇതേപോലെ ഡെയിലി 365 ദിവസവും 3 നേരം ഞാൻ ഇതേ പ്രസൻറ്റേഷൻ ചെയ്യും. ആ പ്രസൻറ്റേഷനിലേക്ക് എൻ്റെ ടീമിലുള്ള എല്ലാ ആൾക്കാരും ഓക്കെ ഭീമ പോയിക്കും, എല്ലാ ആൾക്കാരും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആൾക്കാർ എത്തിക്കും. അതിൽ വന്നിരിക്കുന്ന ആൾക്കാർ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നെക്സ്റ്റ് മീറ്റിങ്ങിലേക്ക് പങ്കെടുപ്പിക്കും. അവരെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് അവർ ഇരുത്തി ഇതിൻ്റെ സ്റ്റെപ്പുകളും എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ വർക്ക് ചെയ്യണമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. ഓരോരോ മീറ്റിങ്ങും അവരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. സീരിയസ് ആയ വ്യക്തികല്ല അത് പറഞ്ഞു കൊടുക്കും. നമ്മൾ സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് മീറ്റിംഗ് ഉണ്ട്. അതെല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ ഒരു ഫാമിലിയെ പോലെ ബിസിനസ് ചെയ്യുന്നുണ്ടോ. ഇത് എന്തുകൊണ്ടാണ് മനോജ് ഭായി ആൾക്കാർ ഇത് ഉൾക്കൊള്ളാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ പേരിൽ പല മണി ചെയിനുകളും ആവശ്യമില്ലാതെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കുറേ കമ്പനികളുണ്ട്. ഒരാവശ്യമില്ലാതെ കുറേ 28,000-നും 30,000-നും സാധനം ബൾക്കായും നിർബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അവർ പർച്ചേസ് ചെയ്തവന് തിരിഞ്ഞു നോക്കൂല, ആ ഭാഗത്തേക്ക് പോകില്ല. അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാവുന്നത്. ഞാൻ ഈ ബിസിനസ്സിൽ 50 രൂപയുടെ സോപ്പ് വാങ്ങിക്കുന്ന ആൾക്കാരെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കാരണം വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ബിസിനസ് ഒരിക്കലും വിടൂല. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ആര് വന്നു കഴിഞ്ഞാലും അവർക്കൊരു നല്ല വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്നവരുടെ കൂടെ വർക്ക് ചെയ്യും. അത് അവരെ പഠിപ്പിച്ചെടുക്കും. എങ്ങനെയാണ് അവർക്ക് ഈ വരുമാനം കിട്ടിയതെന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്ത് അവരെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ആരും അത് വാങ്ങിച്ചു കൊടുത്തോളും. പിന്നെ അത് സേഫായി. ഇപ്പോൾ ഈ ഭീമ എന്ന് ഇപ്പോൾ സംസാരിച്ച ഭീമയൊക്കെ ഈ ഒരു ഡിസംബർ മാസം ആകുമ്പം 1 ലക്ഷം രൂപക്കടുത്ത് വരുമാനമാകും. പിന്നെ അവരെ എപ്പോഴെങ്കിലും ഈ ബിസിനസ് വിടുവോ? ഞാൻ ഇല്ലെങ്കിൽ പോലും അവർ ബിസിനസ് കൊണ്ടുപോകും. അവരെ കൂടെയുള്ള ആൾക്കാരെ ഇവരൊക്കെ അവർക്കെല്ലാവർക്കും 25,000 50,000 വരുമാനം വാങ്ങിച്ചു കൊടുക്കൊണ്ടിരിക്കുക. അവരാരും ഈ ബിസിനസ് കളയില്ല. ഇന്ന് നമ്മുടെ നാട്ടിലില്ല 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലി ഇപ്പോൾ. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് മക്കളെ കാര്യം എല്ലാ കാര്യം ചെയ്ത് ഹസ്ബൻഡിന് ജോലിക്ക് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് മക്കളെ സ്കൂളിലേക്ക് വിട്ട് അതൊക്കെ കാര്യങ്ങളും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബാക്കിയുള്ള കുറച്ച് സമയം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. അത് ഞായറാഴ്ച ദിവസം കറങ്ങാൻ വേണ്ടിക്ക് കറങ്ങാനും പോകാം, കല്യാണത്തിനും പോകാം, മരണ വീട്ടിലും പോകാം, ഹോസ്പിറ്റലിൽ എല്ലാ സ്ഥലത്തും പോകാം. ബിസിനസ് ചെയ്യും. അത്രയും വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന എന്ത് സംഭവം നമ്മുടെ നാട്ടിലുള്ള ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ ഒരാളെ പോലും പറ്റിക്കാതെ, ഒരാളെ പോലും ഒരു സാധനം നിർബന്ധിച്ച് വാങ്ങിപ്പിക്കാതെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യണം, ഇത് വിജയിക്കണം, ആരില്ലെങ്കിലും ഞാനിത് ചെയ്യുമെന്നൊരു തീരുമാനം എടുക്കുന്ന ആർക്ക് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ മനോജ് ഭായി? ഷാഫി സാറോട് പറയാ ഒരു ID ക്രിയേഷൻ ചെയ്യുക, എൻ്റെ നമ്പർ വാങ്ങിച്ചോ, എൻ്റെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും മനോജ് ഭായിക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ഞാൻ റിപ്ലൈ തരാൻ റെഡിയാണ്. നിങ്ങൾക്ക് എന്ത് സഹായം വേണം, എന്ത് ഡൗട്ട് വേണം എന്നോട് ചോദിച്ചാൽ ഞാൻ ക്ലിയർ ആക്കി. ആലത്തൂർ വന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് വരെ ഞാൻ സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, അടുത്ത ആർക്കാണ്? അബ്ദുൽ അസീസ് എന്ന സംശയമുണ്ടോ? അബ്ദുൽ അസീസ്, വേറെ ആർക്കാണ് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാർ ഇതിനെ സീരിയസ് ആയി കാണാം. സാംസങ് മൊബൈൽ ആരോ ഉള്ളത്? ഹലോ സാർ. മാഡം പറയൂ. എൻ്റെ പേര് സമീറ, പെരിന്തമണ്ണയാണ്. ആരാ മാഡത്തിന് ഇൻവൈറ്റ് ചെയ്തേ? സുബൈദ മാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാവോ? വീട്ടിലേക്ക് വേണ്ട ഗ്രോസറി ഇല്ല, അരി പയർവർഗ്ഗങ്ങളും മല്ലിപ്പൊടി മുളകുപൊടി ഒന്നും ഇല്ല. പക്ഷെ അതും കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് വരും. കാരണം നമ്മളെ കമ്പനി 10 പ്രൊഡക്റ്റിൽ തുടങ്ങിയതാണ്. ഇപ്പൊ 450 പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്.
അതും ഓക്കെ പിന്നീട് വരും മാഡം. പക്ഷെ നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ സാധനം വാങ്ങിക്കാൻ നടക്കല്ലേ. ഇപ്പോഴുള്ള സാധനം പാത്രം കഴുകാൻ, തുണി കഴുകാൻ, തല തുറക്കാൻ, ടോയ്ലറ്റ് കഴുകാൻ, ചായപ്പൊടി, കോഫിപ്പൊടി, കുക്കിംഗ് ഓയിൽ, പല്ല് തേക്കുന്ന പേസ്റ്റുകൾ, സോപ്പുകൾ, ഇങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ബ്യൂട്ടി പ്രൊഡക്റ്റ്, കോസ്മെറ്റിക്സ്, മുടിക്കുള്ള ഹെയർ ഓയിൽ, ഷാമ്പു, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ ഈ അരി പയറും ധാന്യങ്ങൾ ഐറ്റംസ് ഇല്ല. ഒക്കെ ഉള്ളത് വേണ്ടത് വാങ്ങിച്ചാൽ മതി. കൃഷിക്കാരെ സഹായിക്കാൻ പറ്റുന്ന അഗ്രി പ്രൊഡക്റ്റ് ഉണ്ട്, നിരവധി പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ പെരിന്തൽമണ്ണ താങ്ക് യു വലിയ സർ. ഷോപ്പുണ്ട്. അവിടെ ഉള്ള ഒരു മാഡമാണ് ആയിഷ താത്ത. വയസ്സ് എനിക്ക് 65-70 വയസ്സായി, 5 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കുന്ന ആളാണ്. അവരുടെ ഷോപ്പാണ് ഓക്കെ പെരിന്തൽമണ്ണയുടെ ഷോപ്പ്. സുബൈദ മാഡം അവിടെ പോയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ച് വന്നിട്ടുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ട്. സമീറ അവരെ കൂടെ സീരിയസ് ആയിട്ട് കട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം സീരിയസ് ആയിട്ട് കൂടെ നിൽക്കുക. കുറച്ച് ദിവസം ഇത് മനസ്സിലാക്കുക കേട്ടോ. സെപ്പറേറ്റ് ഒന്ന് ഇരിക്കുക. ഞാൻ പറയാം, സുബൈദ മാഡത്തിന് പറയാം, സെപ്പറേറ്റ് ഒരു ദിവസം ഇരിക്കുക. അവർ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് ഇന്ന് കേട്ട പ്ലാനാണിത്. അവർ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കേട്ട അന്ന് തന്നെ പോയി പെരിന്തൽമണ്ണയിൽ പോയി ഷോപ്പിൽ പോയി സാധനം വാങ്ങിച്ചവരാണ്. ഉപയോഗിച്ചപ്പോൾ പ്രൊഡക്റ്റ് സൂപ്പർ പ്രൊഡക്റ്റാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ നല്ലൊരു ബിസിനസ്സായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ട്. അസുഖമില്ലാത്ത, ഹോസ്പിറ്റലിൽ പോവാതെ, മരുന്നുകൾ കഴിക്കാതെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു അസുഖവും വരാതെ. കാരണം ഇന്ന് പനി, ജലദോഷം, തുമ്മലൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പൈസ പോകുന്നത് അറിയില്ല. പിന്നെ അത് മാറണമെങ്കിൽ 2-3 ആഴ്ച വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഒരു മരുന്നും കഴിക്കാതെ നമുക്ക് ആരോഗ്യത്തോടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാം, കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാം, വെരിക്കോസ് വെയിൻ മാറ്റാം, മൈഗ്രെയിൻ മാറ്റാം, തൈറോയ്ഡ്, PCOD പ്രോബ്ലം, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, കിഡ്നി ഹെൽത്ത്, നമ്മുടെ കിഡ്നി പ്രോബ്ലം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ ഇതിലൂടെ ജോലിക്ക് പോയി തുടങ്ങി നമ്മുടെ ആൾക്കാർ. അപ്പോൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ആദ്യം ആരോഗ്യത്തിന് വേണ്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് കുറേ ആൾക്കാരെ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ, ഈ കമ്പനിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങൾ കൊടുക്കും. ക്ലിയർ ആണോ സമീറ മാഡം? ഓക്കെ 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 ഇന്ന് സർ. തന്നെ സുബൈദ മാഡത്തിൽ പറഞ്ഞ ഒരു ഐഡിയ എടുക്കുക. നീതു ലിജോയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനുണ്ടോ കേട്ടോ. ഓക്കെ നീതു ഓക്കെ സർ. ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്തു. സർ ഞാൻ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. വേറെ ആരാണ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഇതുപോലെ ചോദിക്കും. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ആക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബിസിനസ് മനസ്സിലാവും. ആർക്കെങ്കിലും എന്തെങ്കിലും? ജോഷി പുതിയ ആളാണോ? ജോഷി അല്ലെങ്കിൽ ഇന്ന് വന്ന ജോഷി ഷമീറ? പുതിയതാണ്. ജോഷി ഭായി ഇന്നലെ ഒരു ജോഷി വേറെ ഉണ്ടായിരുന്നു. ഇത് താഹിറ ഇൻവൈറ്റ് ചെയ്ത ജോഷി. ജോഷി ഭായി ഓക്കെ ആണോ? താഹിറ മാഡത്തിന്റെ വീടിനടുത്താണോ? ഓക്കെ. എന്തെങ്കിലും ക്ലാരിറ്റി വാങ്ങി ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും വരണോ? വേറെ ഒന്നും പറയാനുണ്ടോ? ആ വോയിസ് ബ്രേക്ക് ആവുന്നല്ലോ. ജോഷി ഭായി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കൂ. ഇല്ലല്ലോ. ഓക്കെ, താഹിറ മാഡത്തിന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ശ്രീജ, താഹിറ നമ്മുടെ ടീമിലുള്ള താഹിറ, അവരൊന്ന് ചോദിച്ചോ കേട്ടോ. ശ്രീജ, ഹലോ. താഹിറ മാഡത്തിന്റെ ടീമിലല്ലേ ജോഷി വരുന്നത്? അല്ലല്ലോ സാറേ, മറ്റേ താഹിര ആയിരിക്കും. വേറെ ഒരു താഹിര ഉണ്ടല്ലോ നമ്മുടെ ടീമിലെ. താഹിറ ബീഗം അല്ലേ? ജോഷി ഭായി ആരാണ്? ജോഷി ഭായി ജോഷി ഭായി ഒന്ന് ആരാണ് ഇൻവൈറ്റ് ചെയ്താൽ വ്യക്തമായി പറയാമോ? ഷാഹിര അതറിയില്ല. ഷാഹുലിന്റെ ടീമില് ജോഷി ഇൻവൈറ്റ് ചെയ്താലുണ്ടോ? ഷാഹുല് എന്റെ ടീമില് ഷമീറ തൃശ്ശൂർ ഒരു ജോസിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. താഹിറ ഷാർജ എന്റെ ടീമിൽ ഒരാളുണ്ട്. അതാണ് ഇപ്പൊ ഈ കൺഫ്യൂഷൻ ആയത്. എല്ലാവരുടെ ടീമിലും ഉണ്ട് ഷാഹിറ. താഹിറയാണെന്ന് അറിയില്ല.
ഓക്കെ, എനിവേ നിങ്ങൾ എല്ലാവരും അത് താഹിർ അത് ആരോടെങ്കിലും അവരോട് നേരത്തെ ചോദിക്കും. പറയണം. ജോഷി ഭായി ഒറ്റ കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ആ ലിങ്ക് അയച്ചെന്ന വ്യക്തി ആരാണ് അവർക്കൊരു ഹായ് കൊടുത്തിട്ട് ഞാൻ ജോഷിയാണ് മീറ്റിംഗ് ഉണ്ടായെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ആളെ മനസ്സിലാവും കേട്ടോ. ആ, അല്ലെങ്കിൽ ജോഷി ഭായിയുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിടുവാണെങ്കിൽ അവർ ചെക്ക് ചെയ്തോളൂ. എല്ലാവരും കോഡ് കൊടുക്കുന്നു മനോജ് ഭായി, പേര് പറയുന്നുണ്ട്. പക്ഷേ അവർ പല ആൾക്കാരും അത് ശ്രദ്ധിക്കാതെ മീറ്റിങ്ങിലോട്ട് വരുവാണ്. കാരണം അവർ ലിങ്ക് ഷെയർ ചെയ്യുന്നതിന് താഴെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുടെ പേരെന്താണെന്ന് പറയുന്നുണ്ട്. പക്ഷെ പല ആൾക്കാരും അത്രത്തോളം ശ്രദ്ധ കൊടുക്കില്ല. ഫസ്റ്റ് മീറ്റിംഗ് വരുന്ന സമയത്ത് പല ആൾക്കാരും ഒരു മുള്ളുമണിരിക്കുന്ന പോലെ വരിക, ഒരു താല്പര്യക്കുറവില്ലാതെ ആദ്യം കയറി വരിക. ഇവിടെ വന്നിട്ട് ക്ഷമയോടെ ലാസ്റ്റ് വരെ ഇരിക്കുന്ന വ്യക്തി മാത്രമേ ബിസിനസ് ചെയ്യുള്ളൂ. പല ആൾക്കാരും വരുമ്പോൾ തന്നെ തീരുമാനിക്കുന്നത് ഞാൻ ചെയ്യൂല എന്ന് വെച്ചു. എന്നാലും പറഞ്ഞ ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ, സലീംകുമാർ പറഞ്ഞാൽ കിട്ടിയാലോ എന്ന് വെച്ച് വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ് ചില ആൾക്കാർ വന്നപാട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അവസാനം വരെ ഇരുന്ന് ഇതെല്ലാം മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഈ ബിസിനസ് ചെയ്യുള്ളൂ. എന്നിട്ടും ചിലപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാകുമ്പോൾ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ കയറും. അതാണ് ഈ ബിസിനസ്സിൽ ഒരു 5% ആൾക്കാരാണ് ഈ ബിസിനസ് വിജയിക്കുള്ളൂ. ഇനി വന്നിരിക്കുന്ന ആൾക്കാരും ഐഡിയ എടുത്ത ആൾക്കാരും ജോയിൻ ചെയ്ത ആൾക്കാരും ഇത് കേട്ട ഉടനെ പല ആൾക്കാരും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. അപ്പോൾ അവർ കളിയാക്കും. അപ്പോൾ പിന്നെ അവർ വേണ്ട നോക്കും. അപ്പോൾ ഇത് നമ്മളൊരിക്കലും ബിസിനസ് അറിയാതെ ബിസിനസ് ആരോടും ഷെയർ ചെയ്യരുത്. നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ കിട്ടിയ നല്ലൊരു സുവർണ്ണ അവസരത്തെ ആരോടും പറഞ്ഞിട്ട് നമ്മൾക്ക് നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നമ്മൾ വിചാരിച്ചത് നടക്കുള്ളൂ. അത് നമ്മളത് ശരിക്കും പഠിക്കുക. അസ്മാബി എന്തുകൊണ്ടോ? ഇല്ല സാറേ, ഇല്ല, കേട്ടോണ്ടിരിക്ക. തൃശ്ശൂർ ഷോപ്പിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോകണം കേട്ടോ. പറയാ. അതിന് ഈ മഴ ഇതൊക്കെ കാരണമാണ്. ഓക്കെ, ഐഡിയ അടിച്ച് ഇന്നലെ കിട്ടി. ഓക്കെ. ഓക്കെ, ഷാഹിന നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത ഷാഹിനല്ലേ? അബ്ദുൾ അസീസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അബ്ദുൾ അസീസ് ക്ലിയർ ആണെങ്കിലും ക്ലിയർ എന്ന് പറയാമോ? ഓക്കെ, വേറെ ആർക്കും ഡൗട്ടുകളൊന്നും ഇല്ല. നമ്മളെ ഈ സെഷൻ ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റ് എടുത്തു. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് പറയൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ അബ്ദുൽ അസീസ്. ഞാൻ ഈ വിസ്റ്റേജിൽ ഇവിടെ പാണ്ടിക്കാട് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 4-5 വർഷത്തിന് മുമ്പ്, അതായത് കൊറോണയ്ക്ക് മുമ്പ്. പിന്നീട് ആ സ്ഥാപനം പൂട്ടിപ്പോയി. ഇതിന്റെ ഏതാണ്ടുള്ള ക്ലാസ്സിൽ ഞാൻ അവരെ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. ഞാൻ അവിടെ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ തവിടെണ്ണയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. തവിടെണ്ണ, പിന്നെ ചായപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്. പാണ്ടിക്കാട് വേറെ സ്ഥലത്ത് ഇപ്പൊ ഷോപ്പ് ഓപ്പൺ ആക്കിയത്. പഴയ ആൾക്കാർ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വാടക മുതലായിട്ട് അവർ പൂട്ടി. വേറെ ടീം പാണ്ടിക്കാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഐഡിയ നിങ്ങൾ പഴയ ഐഡിയ എടുക്കണ്ട, പുതിയൊരു ഐഡിയ എടുത്തിട്ട് അബ്ദുൽ അസീസിനെ ആരാ ഇൻവൈറ്റ് ചെയ്യുന്നത്? ഷാഫി എന്ന് പറഞ്ഞ ഒരാളാണ്. ഷാഫി സപ്പോർട്ട് ചെയ്യും. കാരണം അബ്ദുൽ അസീസ് ഈ ബിസിനസ്സിനല്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊപ്പം നിന്ന് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വെസ്റ്റേജ് കമ്പനിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ കൂടെ നിന്ന് വർക്ക് ചെയ്താൽ വിജയിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. നിങ്ങൾക്ക് വരുമാനം വാങ്ങിച്ചു എന്ന് കഴിഞ്ഞാൽ ഷാഫി രക്ഷപ്പെടും. ഷാഫിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ രക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങളെ കൂടെ എന്നും നമ്മൾ ഉണ്ടാവും. ആദ്യം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുതിയൊരു ഐഡിയ എടുക്കുക, പുതിയൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഐഡിയ എടുക്കുക. അത്യാവശ്യം നിങ്ങൾ തവിടെണ്ണ ഉപയോഗിച്ച് ക്വാളിറ്റി നന്നായിട്ട് അറിയാവുന്ന ആളാണ്. വെളിച്ചെണ്ണേക്കാളും വില കുറവാണ് ഇപ്പം തവിടെണ്ണക്കുള്ളത്. അത്യാവശ്യം പ്രൊഡക്റ്റ് വാങ്ങിച്ച് പുതിയ ഐഡിയ കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ബാക്കി ഷാഫി സാറിനോട് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു ടീം സെറ്റാക്കി തരും. കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പാർട്ട്ണറെ പോലെ കൂടെ നിൽക്കുവാണെങ്കിൽ വലിയൊരു ടീമാക്കി തരും അദ്ദേഹം കേട്ടോ. വലിയൊരു ടീമുള്ള ആൾ, 6 ടീം, വലിയൊരു ടീമിനെ കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. മലേഷ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ജോലി സ്ഥലത്തുനിന്നായി ചെയ്തുകൊണ്ടിരിക്കണേ. കൂടെ നിൽക്കുക കേട്ടോ. ആ പാണ്ടിക്കാട് ഇപ്പോൾ ഉള്ള ഷോപ്പ് റെഹാനത്ത് തന്നെ പെൺകുട്ടിയുടെ ഷോപ്പാണ്. 5 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കുന്നത് ഈ ബിസിനസ്സിലൂടെ. സിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവരും സീരിയസ് ആയി എടുക്കുക. 1-2 പ്രാവശ്യം കൂടി ഇതേപോലെ സെഷൻ അറ്റൻഡ് ചെയ്യുക. വൈകുന്നേരം 5 മണിക്ക് ഇതേപോലെ ഉണ്ടാവും, രാത്രി 9 മണിക്ക് ഉണ്ടാവും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. ഇത് എല്ലാ ദിവസവും കേൾക്കുമ്പോൾ ഒരു 3-4 പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെയും കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാണ്ട് ട്രെയിനിങ്സ് ഒക്കെ കിട്ടും. നമുക്ക് എങ്ങനെ ബിസിനസ് വലിയ വരുമാനത്തിലേക്ക് പോകാം, എന്തൊക്കെ പ്രൊഡക്റ്റുകളുണ്ട്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടാവും.
എല്ലാവർക്കും നല്ലൊരു തീരുമാനം ആളും ഇവിടെ അല്ലേ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു വെൽ.